നിയമാനുസൃതം ഭ്രൂണകർത്തി നടത്താനുള്ള സമയപരിധി 20 ആഴ്ചയിൽ നിന്ന് 24 ആഴ്ചയായി ഉയർത്തി ആ ബില്ല് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് കഴിഞ്ഞ വാരമാണ്. മാർച്ച് 16-ാം തീയതി രാജ്യസഭ പാസാക്കിയതുകൂടി നിയമമാകാൻ പോകുന്ന ഈ ബില്ലിലൂടെ ഭാരതം ഗർഭസ്ഥ ശിശുക്കളുടെ കുരുതിക്കളമാകുമെന്നത് തീർച്ചയാണ്. ഈ വിഷയമാണ് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു KCBC പ്രോ ലൈഫ് സമിതി സംസ്ഥാന ആനിമേറ്റർ ശ്രീ ജോർജ് എഫ് സേവിയർ വലിയ വീട്, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സുമ ജിൽസൺ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജോർജ് എഫ് സേവിയർ വലിയ വീട്, കഴിഞ്ഞ വാരമാണ് രാജ്യസഭയിൽ MTP ബില്ലിൻ്റെ ഈ അമെൻമെന്റ് പാസ്സായതും 20 വീക്കിൽ നിന്ന് 24 വീക്കിലേക്ക് ഭ്രൂണഹത്യ നടത്താനുള്ള സമയപരിധി ഉയർത്തിക്കൊണ്ടുള്ള ബില്ല് പാസ്സായത്. എന്താണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം, ബില്ലിന്റെ വിശദാംശങ്ങൾ വളരെ ചുരുക്കത്തിൽ ഒന്ന് പങ്കുവയ്ക്കാമോ? MTP ആക്ട് തന്നെ വരുന്നത് 1971-ലാണ്. അത് 71 വരെ 3 വർഷം കഠിന തടവും 500 രൂപ പിഴയും ഇന്ത്യയിലുണ്ടായിരുന്നു ഭ്രൂണഹത്യ ചെയ്ത. 71-ല് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഇപ്പം MTPയുടെ പറഞ്ഞല്ലോ ഫുൾ ഫോം അതാണ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവന്നു. ഈ ആക്ടിന്റെ പരിധിയിൽ 3 മാസം വരെ 1 ഡോക്ടർ അനുഭവത്തോടെ, 5 മാസം വരെ 2 ഡോക്ടർ അനുഭവത്തോടെ, വിവിധ കാരണങ്ങളുടെ പേരിൽ, കാരണങ്ങൾ എന്തുമായിക്കോട്ടെ, വിവിധ കാരണങ്ങളുടെ പേരിൽ ഒരു ശിശുവിനെ വധിക്കാമെന്നുള്ളതായിരുന്നു നമ്മുടെ നാട്ടിലെ തീരുമാനം. എനിക്ക് തോന്നുന്നു നികിത മേത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് ബോംബെയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പണ്ട് പത്രങ്ങളിൽ നമ്മൾ വായിച്ചിരുന്നതാണ്. ഇവരെ കോടതിയിലെ കേസ് കൊടുത്തു, ഹൈക്കോടതിയിലെ കേസ് കൊടുത്തു. എൻ്റെ 6 മാസത്തിനകത്തുള്ള കുഞ്ഞിനെ ഗർഭഛിദ്രം ചെയ്യണം, ഈ കുഞ്ഞിന് ഹൃദയ സംബന്ധമായ രോഗമുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ അന്ന് കോടതി അതിന് അങ്ങനെ ഒരു നിയമ പരിരക്ഷ ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് ആ കേസ് തള്ളി. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത, ആ കേസ് തള്ളിയതിന്റെ പിറ്റേ ദിവസം ഇവരുടെ കുഞ്ഞ് അബോർട്ടായി എന്ന് പറഞ്ഞാണ് പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് വരെ ജീവിച്ചിരുന്ന കുഞ്ഞ് പിറ്റേ ദിവസം അബോർട്ടായി. മുംബൈ പോലുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്തിൽ അബോർഷൻ അത്ര പ്രയാസമുള്ള കാര്യമില്ലെന്ന് നമുക്കറിയാം. പണ്ടൊക്കെ ഞങ്ങൾ ബോംബെയിൽ ചെന്ന സമയത്ത് അവിടെ ട്രെയിനിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര മണിക്കൂർ കൊണ്ട് ചെയ്യാൻ ഇത്ര രൂപ, ഇത്ര മണിക്കൂർ കൊണ്ട് ചെയ്യാൻ ഇത്ര രൂപ. കാരണം എളുപ്പം ചെയ്തു കൊടുക്കണമെങ്കിൽ പൈസ കൂടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇവർ ഈ ശിശുവിനെ വധിക്കണമെന്ന് വന്ന് കേസ് കൊടുത്തത് തന്നെ പ്രധാന കാരണം നമുക്കറിയാം, ഈ MTP ആക്ട് 6 മാസമാകണം എന്നുള്ള ഒരു ആവശ്യമാണ്. ഇതിന്റെ പിന്നില് NGOs ഉണ്ട്, ഗൈനക്കോളജിസ്റ്റിനിടയിൽ തന്നെ ഒരു സംഘടനയുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു, അതോടൊപ്പം നമുക്ക് ഈ ഇതിന്റെ പുറകിൽ വായിക്കപ്പെടാത്ത ഒരു മേഖല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ഉണ്ട്. കാരണം നമുക്കറിയാം ഇത്തരം നിയമങ്ങൾ ഇന്ത്യയിൽ വരുമ്പോഴല്ല ഹൈക്കോടതി വിധി, സ്വവർഗരതിക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി വന്നതിന്റെ പിറ്റേ ആഴ്ച ഇവിടെ ഹില്ലാരി ക്ലിന്റൺ ഇന്ത്യയിൽ വന്നു. എന്നിട്ട് അവർ സംസാരിച്ചതോ കണ്ടതോ NGOസുമായിട്ടും കോർപ്പറേറ്റ് മാഫിയകളുമായിട്ടും, അല്ലാതെ ഇവിടുത്തെ ഭരണകർത്താക്കളുമായിട്ടല്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാവുന്നത് ഈ ഒരു ഇതൊരു കൊണ്ടുവന്ന ഒരു മേഖലയാണ്. നിരവധി പേരുടെ ഫണ്ടിങ് വഴി കൊണ്ട്, നിരവധി രാജ്യങ്ങളുള്ളവർ ഫണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ചെയ്തു വെച്ച ഒരു മേഖലയായിരുന്നു കോടതിയെ സമീപിക്കുക. കോടതി തള്ളി കഴിയുമ്പോൾ നിർദ്ദേശം സർക്കാരിന് പോവുക. അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിന് പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇത് അവരുടെ ഒരു സൈറ്റിൽ നമ്മൾ ഇതിന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. ഇതിന്റെ ഈ നിർദ്ദേശങ്ങൾ വെച്ചാൽ നിർദ്ദേശത്തിൽ ഒരുപാട് കാര്യമുണ്ട്. കാരണം ആയുഷ് ഡോക്ടർമാര്, യുനാനി ഡോക്ടർമാര്, മിഡ് വൈഫുമാര്, ഇവരെല്ലാം ഗർഭചിത്രം നടത്തണം, അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. ഇപ്പോൾ IMA അതിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുക. ഇതുവരെ അത് ആയിട്ടില്ലല്ലോ. IMAയുടെ സമരം നമുക്കറിയാം. IMA അത് അനുവദിക്കുക സമരം നടത്തുന്നു. ഇപ്പോഴത്തെ ഇതിനെതിരെയെല്ലാം നമ്മൾ റിപ്പോർട്ട് കൊടുത്തു. കാരണം ഇവിടെ 24 ആഴ്ച എന്നിട്ട് പറഞ്ഞതാണ്, അമ്മയ്ക്ക് അല്ലെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അനാരോഗ്യമുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ ഒക്കെ അനുവാദത്തോടെ പ്രസവത്തിന് തൊട്ട് മുമ്പ് വരെ ശിശുവിനെ വധിക്കാമെന്നതിലൊരു പോയിന്റ് ഉണ്ട്. അതായത് 24 വയസ്സ് 24 വീക്സ് എന്നുള്ള എക്സ്റ്റെൻഡ് ചെയ്തത് മാത്രമല്ല ഇന്നത്തെ അപകടം, 24 വീക്കിന് ശേഷവും മെഡിക്കൽ ബോർഡിന്റെ അനുമതിയോടുകൂടി ഗർഭചിത്രം നടത്താനുള്ള ഒരു ലീഗലൈസ് ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് മറ്റൊരു വശം. കാരണം ഈ ഗർഭചിത്രം നടത്താൻ നിയമത്തിന് ഒരുപാട് ലൂപ്പുകളുണ്ട്.
നമുക്കറിയാം ദയാവധം അനുവദിക്കപ്പെടാതിരുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ലൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് MTP ആക്ട് വരുന്നത് വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗർഭചിത്രത്തിന്റെ അളവ് പിന്നെ എത്രയോ ഇരട്ടിയായിട്ട് മാറി. കാരണം ഗർഭചിത്രം നിയമവിധേയമാക്കുമ്പോൾ അതിന്റെ മറവില് ജനത്തിന് ഇതൊരു തെറ്റല്ലെന്ന് ബോധ്യം വരികയും അതിന്റെ മറവിൽ ഇഷ്ടംപോലെ ഗർഭചിത്രം നടക്കുകയും ചെയ്യും. അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ പ്രസവത്തിന് തൊട്ട് മുമ്പ് വരെ ഈ കുഞ്ഞിനെ വധിക്കുവാനുള്ള ഒരു നിയമം ഇതിന്റെ പുറകില ഇതിന്റെ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അവര് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു 6 മാസം വരെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. കാരണം അമ്മയ്ക്ക് കുഞ്ഞിനെ പ്രശ്നം എന്ന് പറയുന്ന ഒരു പോയിന്റ് പണ്ട് തൊട്ടേ ഇവരെടുത്ത് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇല്ല എങ്കിലും അതെടുത്ത് ഉപയോഗിക്കും. നമുക്കറിയാം അരുണ ഷാൻബാഗ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അയർലൻഡില് അവരുടെ ഗർഭചിത്രം നടത്തണമെന്ന് അവരാവശ്യപ്പെട്ടു. അവർ ഡെന്റൽ ഡോക്ടറാണ്. പക്ഷെ അവരാവശ്യപ്പെട്ട ഒരു സംഭവം നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. ഈ സംഭവം എടുത്തുയർത്തിയത് വിദേശ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യയിലെ മാധ്യമങ്ങളാണ്. നമുക്കറിയാം കേരളത്തിലെ വലിയ പത്രങ്ങളൊക്കെ അത് എടുത്തുയർത്തി. അതായത് ഈ ഗർഭചിത്രത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ലോബി ഉണ്ടെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കാരണം ഞാൻ 95 കാലഘട്ടത്തില് ജീവന്റെ സുവിശേഷം ചാക്രിക ലേഖനം ജോൺ പോൾ II മാർപ്പാപ്പ എഴുതിയിരുന്നു. അതാണ് മാർച്ച് 25 മംഗലവാർത്താ ദിനം ലോകത്ത് ജീവന്റെ ദിനമായിട്ട് ആചരിക്കപ്പെട്ടത്. അന്ന് മുതൽ കേരളത്തിലെ പ്രോലൈഫ് പ്രസ്ഥാനം വളരെ ശക്തമാണ്. കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ ഡോക്ടർ ജോണൈപ്പ, അദ്ദേഹം തമിഴ്നാട് മെഡിക്കൽ സർവീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ ഞങ്ങൾക്കെല്ലാം പരിശീലനം ലഭിക്കുകയും ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയും ഈ മേഖലയെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പഠിച്ചപ്പോൾ നമ്മളൊരു 3-4 മേഖല അന്ന് കണ്ടിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുമായിരുന്നു കൊലാജിൻ, ടൈപ്പ് കൊളാജിൻ, ഫീറ്റൽ കൊളാജിൻ എന്ന് പറയുന്ന ഒരു കൊലാജിൻ ഈ ഗർഭശിശുക്കൾ, പ്രത്യേകിച്ച് ഒരു 1 തൊട്ട് 4 വരെ മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ അത് കൂടുതൽ കാണപ്പെടുന്നത് ഫീറ്റൽ കൊലാജിൻ. ഇത് നമ്മൾ പഠിച്ചത് ഫെയർ ലവ്ലി പോലുള്ള ഈ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളിൽ ഇതുണ്ടെന്നും, കാരണം ഈ കൊലാജിൻ നമുക്ക് പലതിൽ നിന്ന് എടുക്കാം. ഗോതമ്പ് മണികളിൽ കൊലാജിൻ എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ആരോപണം മാത്രമാണോ? തീർച്ചയായിട്ടും അതെ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. പത്രങ്ങളെല്ലാം ഒരു കാലഘട്ടത്തില് അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തു, ഈ ഫീറ്റൽ കൊളാജിനെ കുറിച്ച്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിപ്പോ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ലോകത്ത് സൗന്ദര്യ വർദ്ധക വസ്തുക്കളില് പല കമ്പനികളും ഫീറ്റൽ കൊളാജിൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിന് വില കൂടുതലാണ്. അത് വില കൂടുതലായതുകൊണ്ട് ഇപ്പൊ ഗോതമ്പിൽ നിന്ന് കൊലാജിൻ എടുക്കാൻ ഇതിലേക്ക് വിലയാ. അതുകൊണ്ടായിരിക്കാം ഇവര് കുറച്ചുകൂടെ ചീപ്പായ ഫീറ്റൽ കൊളാജിനിലേക്ക് തിരിഞ്ഞത്. കാരണം അത് നമ്മുടെയൊക്കെ ഈ മുഖത്തിന്റെ ചുളിവുകളൊക്കെ വളരെ സോഫ്റ്റ് ആക്കി പ്രായം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ള ഞാൻ കേട്ടിട്ടുള്ളത് ഈ കൊലാജിൻ. ഇതുകൂടാതെ മറ്റൊരു വിഭാഗമാണ്, നമുക്കറിയാം, നമ്മൾ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വിഭാഗമുണ്ട്, അവയവ എന്താ പറയാ ലോബി അല്ലെങ്കിൽ അവയവ മാഫിയ. കുഞ്ഞുങ്ങളുടെ അവയവങ്ങൾ കിട്ടാൻ പാടാണ്, നമുക്കറിയാം. പക്ഷെ ഇന്ത്യയിൽ പലയിടത്തും അവയവ മാറ്റ ശസ്ത്രക്രിയകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പോഴ് നമ്മള് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഭിക്ഷാടന മാഫിയെ കുറിച്ച് ഒരു കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അതിന്റെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അന്യ സംസ്ഥാനങ്ങളിലുള്ള ചില ആശുപത്രികൾ, അത് മീഡിയം ഹോസ്പിറ്റലാണ്, അവിടെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവയവം മാറ്റിവെക്കുന്നു. ഇതേ മേഖല ഗർഭശിശുക്കളുടെ മേഖലയിലുണ്ട്. ഗർഭശിശുക്കളുടെ അവയവങ്ങളും അത് ഇങ്ങനെ മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലും ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു മേഖല എന്ന് പറയുന്നത് നമുക്ക് വേറൊരു സാധനം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ഫ്രീ മേസൺസ്. ഫ്രീ മേസൺസ് എന്ന് പറഞ്ഞാൽ സാത്താനെ ആരാധിക്കുന്നവർ. അവര് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് അവരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ അതിന്റെ യാതൊരു തെളിവുകളും പുറത്തു വരില്ല. കാരണം നമ്മുടെ നാട്ടിലും ഉന്നത കുലജാതരായ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് ഇതിലുണ്ടെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അറിയാം, അവര് സാത്താനെ ആരാധിക്കുന്നവരാണ്. ഈ ഗർഭശിശുക്കളുടെ അവയവങ്ങൾ കച്ചവടം ചെയ്യുന്ന മാഫിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ ഫ്രീ മേസൺസിന്റെ കേരളത്തിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചില ജഡ്ജസ്, അത് ഉന്നത കുലജാതരായ ചില ജഡ്ജസ് അല്ലെങ്കിൽ വലിയ മേഖലയിൽ ഇരിക്കുന്നവര് ഈ ഫ്രീ മേസൺസ് ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്നും. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ഹോളുണ്ട്. ആ ഹോളിന്റെ 2ാം നിലയിൽ പണ്ട് ഇവരുടെ ആരാധന നടക്കുമായിരുന്നു. ഞങ്ങൾ അതിനെ തലവെട്ടിപ്പള്ളി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഈ ഫ്രീ മേസൺസ് ഈ കുടുംബങ്ങളിൽ ഗർഭചിത്രം വന്നാൽ അറിയാം, നമുക്ക് കുടുംബങ്ങൾ തകരും, അതിന്റെ മേലെ സാധാരണ സ്വാധീനം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സ്വാധീനം സൃഷ്ടിച്ചുകൊണ്ട് കുടുംബങ്ങളെ തകർത്താൽ നാട് തകർക്കാൻ പറ്റും, ലോകം തകർക്കാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റിൽ തന്നെ അവർ ഇഷ്ടംപോലെ ഫണ്ടിങ്ങിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. അവർക്ക് നല്ല സമ്പത്തുണ്ട്. സാത്താന്റെ കയ്യിലാണ് സമ്പത്ത് എന്ന് പറയുന്ന പോലെയാണ്. അവർക്ക് ഇഷ്ടംപോലെ ഫണ്ടിങ് അവർ നടത്തുന്നത്. അവരൊരു വലിയ വിങ്ങുണ്ട്. നമ്മള് ഇവരെ കൊലാജിൻ അല്ലെങ്കിൽ ഇത് എന്താ പറയുന്ന ഫീറ്റൽ എംബ്രയോണിക് ടിഷ്യൂ എന്നാണ് പറയുന്നത്. ഈ കൊലാജിൻ, ഫീറ്റൽ കൊലാജിന്, ഈ ഒരു കൊലാജിൻ മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് മാത്രമല്ല, പല വിങ്ങ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ശ്രീ ജോർജ് എഫ് സേവ്യർ ഇവിടെ പങ്കുവച്ചത്.
ഡോക്ടർ ഫ്രിൻഡോ ഫ്രാൻസിസ്, അങ്ങൊരു ഡോക്ടറാണ്, അതുപോലെ തന്നെ ഒരു പ്രോ ലൈഫ് ആക്ടിവിസ്റ്റ് ആണ്, ഈ കാര്യങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ, രാജ്യസഭ പാസ്സാക്കിയ ഈ ബില്ലിനെ, ഈ അമെൻമെന്റിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? നമ്മൾ ഇതിനോട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുക എന്നുള്ള ഒരു ചിന്താഗതി ഇവിടെ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് അമ്മയും കുഞ്ഞും രണ്ടുപേരും പേഷ്യൻസ് ആണ്. ഉദരത്തിലുള്ള വരുന്ന കുഞ്ഞ് എന്നെ സംബന്ധിച്ച് ഈ അമ്മയുടെ ജീവന് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു പേഷ്യന്റ് ആണ് ഉദരത്തിൽ വളരുന്ന കുഞ്ഞ്. അപ്പൊ കുഞ്ഞിന് ഒരു അസുഖമുണ്ട് എന്ന് കണ്ടുപിടിക്കുമ്പോൾ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ കുഞ്ഞിന് വേണ്ട ചികിത്സ കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളെ പറ്റി അവരെ ബോധവാന്മാരാക്കുന്നതിന് പകരം കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കൾച്ചർ, അതാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ അന്ന് നേരത്തെ ഞങ്ങളോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുഞ്ഞിനെ കൊന്നുകളഞ്ഞേനെ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഒരു മനോഭാവവും ഡോക്ടർമാരുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഡോക്ടർമാരെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഗൈനക്കോളജി വിഭാഗത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നീതിന്യായ വ്യവസ്ഥയില് അവരെടുക്കുന്ന ഒരു ഡിക്റ്റം ഇതാണ്: 999 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന അവരുടെ ഒരു ഡിക്റ്റം ഉണ്ട്. അതേസമയം ഇന്ന് ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർമാരെടുക്കുന്ന ഒരു നിലപാട് ഇതിന് നേരെ വിപരീതമാണ്. 999 നല്ല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടാലും വൈകല്യമുള്ള ഒരു കുഞ്ഞു പോലും രക്ഷപ്പെടരുത് എന്നെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോ എന്ത് വിധേനയും വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയണം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവവും ആ മനോഭാവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമവുമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ജീവനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരത്തിന് പകരം വൈകല്യങ്ങളുള്ളവരെ, കുറവുകളുള്ളവരെ, അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ രൂപപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം. ഇത് ജീവന്റെ സംരക്ഷണത്തിനുള്ള സംസ്കാരമല്ല, ജീവനെ നശിപ്പിക്കുന്ന ഒരു സംസ്കാരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഡോക്ടർ, അതായത് ഇത്രയും നാളും 20 വീക്സ് എന്ന് പറഞ്ഞത് 20 വീക്സ്, ആളുകൾ പറയുന്ന പോയിന്റ് ഇതാണ്. 20 വീക്ക് ഇത്ര നാളും ഉണ്ടായിരുന്നല്ലോ, പിന്നെ 24 വീക്ക്, ഒരു 4 ആഴ്ചത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഈ 4 ആഴ്ചത്തെ വ്യത്യാസത്തിൽ എന്താണ് ഇത്രയധികം പ്രതിഷേധിക്കേണ്ട കാര്യം എന്ന ഒരു പൊതുബോധമാണ് പൊതുവെ രൂപപ്പെട്ടു വരുന്നത്. അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ 4 ആഴ്ച എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ലല്ലോ. അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 22 ആഴ്ചയിലോ 23 ആഴ്ചയിലോ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ഇന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്നു. 23 വീക്സില് എറണാകുളത്തുള്ള രാജകീയ ഹോസ്പിറ്റലില് 23 ആഴ്ചയുള്ള കുഞ്ഞ് രക്ഷപ്പെട്ടു. അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് 26 ആഴ്ചയും 5 ദിവസവും ഉള്ള സമയത്ത് പ്രസവവേദനയുമായി പോയ കുഞ്ഞ് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ രക്ഷപ്പെട്ടു. 950 ഗ്രാം തൂക്കമുള്ള ഈ കുഞ്ഞ് രക്ഷപ്പെടുകയാണ്. അപ്പോ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട വൈദ്യശാസ്ത്രം, അപ്പൊ എവിടെയാണ് ഈ 20 ആഴ്ചയും 24 ആഴ്ചയും തമ്മിലുള്ള വ്യത്യാസം? ഇന്ന് നമ്മുടെ നാട്ടിലെ വൈദ്യശാസ്ത്രത്തിന് ഒരു ജീവനെ രക്ഷിക്കാനായിട്ട് സാധ്യതയുള്ളപ്പോൾ കഴിവിന്റെ പരമാവധി ആ കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു അലംഘനീയമായിട്ടുള്ള ഒരു നിയമം. ജീവനെ സംരക്ഷിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യണം. അതേസമയം റേപ്പ്, ബലാത്സംഗത്തിലൂടെ. പക്ഷെ ഡോക്ടർ എന്ത് തോന്നുന്നു, അമ്മമാർക്കൊക്കെ അതിന് തയ്യാറല്ലാത്തൊരു സാഹചര്യം, അങ്ങനെ ഒരു ട്രെൻഡ് എന്നുള്ള വാക്കൊക്കെ വളരെ അപകടകരമാണെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും അങ്ങനെ ഒരു ട്രെൻഡ് ഈ നാട്ടിൽ രൂപപ്പെട്ടു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസ് പോലെയാണ് അവരുടെ ഇവരുടെ തീരുമാനങ്ങളൊക്കെ വലിയ രീതിയിൽ ഇവർ സമീപിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ, ഡോക്ടറിന് വലിയ സ്വാധീനമുണ്ട് അല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന ഗൈഡൻസ്
എന്റെ അടുത്ത് കഴിഞ്ഞ 2 മാസം മുൻപ് ഹാർട്ടിന് തകരാറുള്ള ഒരു കുഞ്ഞ്. അപ്പൊ ഗർഭാവസ്ഥയിൽ 5 മാസത്തിൽ ഈ പെൺകുട്ടി ഷുഗർ ഉള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. ഇവർക്ക് കുഞ്ഞിന് കോംപ്ലക്സ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, അപ്പൊ ഈ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ഹാർട്ടിന് തകരാറുകളുണ്ട് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന ഈ പേഷ്യൻസ് അവർ ക്രിസ്ത്യൻസ് ഒന്നുമല്ല. പക്ഷെ അവരെ ഞാൻ ഗൈഡ് ചെയ്തത് ഗവൺമെന്റിന്റെ തന്നെ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ജന്മനാൽ ഹൃദയ തകരാറുകളുള്ള കുഞ്ഞുങ്ങളുടെ ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യമാക്കുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് ഞാൻ അവരെ ഗൈഡ് ചെയ്തു. അവരെ ഈ പ്രൊജക്ടുള്ള ഒരു ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞു, കുഞ്ഞിന്റെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇത്തരം ഒരു ഗൈഡൻസ്, അപ്പൊ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് ഉള്ള ഒരു ഗൈഡൻസ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഈ കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ഒരുപാട് സഹിക്കേണ്ടി വരും, കുഞ്ഞിന് 2-3 ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കളയാനായിട്ട് പ്രേരിപ്പിക്കുന്നതിന് പകരം കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന, കുഞ്ഞിനെ ഹാർട്ടിന് സർജറി ഗവൺമെന്റ് ചെലവിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടും. ഏറ്റവും നല്ല ആശുപത്രികളിൽ തന്നെ ആ ചെലവില് ആ ഏറ്റവും നല്ല സർജറി ചെയ്ത് കിട്ടും. അതുപോലത്തെ പ്രൊജക്ടുകൾ നമ്മുടെ ഗവൺമെന്റിന് ഇംപ്ലിമെന്റ് ചെയ്യാം. കാരണം വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഞങ്ങൾ പഠിക്കുന്നത് 100 പ്രസവങ്ങൾ നടക്കുമ്പോൾ 1-1.5% മാത്രമാണ് ഇത്തരം കുഞ്ഞുങ്ങൾ വരുന്നത്. ഇനി റേപ്പില് പ്രഗ്നൻസി എത്രയുണ്ട്? 1000-1 നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്തരം ചെറിയൊരു പെർസെന്റേജ് ആയിട്ടുള്ള വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രൊജക്ടുകൾ ഫോം ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് സാധിക്കും. അതിന് പകരം കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ നശിപ്പിച്ചു കളയാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം, ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നമ്മുടെ ഡോക്ടർ സമൂഹത്തെ തന്നെ എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ 3 മാസം എത്തുമ്പോഴേക്കും കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ടെസ്റ്റുകളിലേക്ക് ഡോക്ടർമാര് എല്ലാ പേഷ്യൻസിനെയും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ട്രിപ്പിൾ ടെസ്റ്റും NT സ്കാനിങ്ങും നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഒക്കെ ചെയ്ത് എന്ത് വിധേനയും കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയാനായിട്ട് പ്രേരിപ്പിക്കുക. ഈ ഒരു സംസ്കാരം വളരെ വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ 2 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞിനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടെൻഷൻ അടിക്കുന്ന അമ്മമാരുടെ ഒരു ആകുലത, ഈ ആകുലത പലപ്പോഴും ഇത്തരം നിയമങ്ങളാണ് ഈ ആകുലതയ്ക്ക് ഒരു കാരണം. വൈകല്യമുള്ള ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിച്ചു വീണാലും അത് അപകടമുള്ള ഒരു കാര്യമല്ല, അത് ഏറ്റവും നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്. ദൈവം തന്ന ഒരു കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും നമ്മളുടെ കഴിവിന്റെ പരമാവധി ആ കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും എന്നുള്ള ആ ഒരു മനോഭാവം വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നുള്ളതിന് പകരം വൈകല്യമുള്ള കുഞ്ഞുങ്ങളെയും സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം, ആ ഒരു സംസ്കാരം നമ്മളിവിടെ പടുത്തുയർത്തണം. തീർച്ചയായും വളരെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ഡോക്ടർ ഫിൻറ്റോ. ഡോക്ടർ സുമ ജിൽസൺ, ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രി അവതരിപ്പിക്കുന്ന സമയത്ത് ആ ബില്ലിലുള്ള വാചകം ഞാൻ വായിക്കാം. പ്രഗ്നൻസി ഈസ് ഹാപ്പി one only when child is born healthy and thus abnormal fetus are a huge burden on women where there is more happiness in abortion എന്നാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലിലെ വാചകങ്ങളാണ്. അതായത് ഇത്തരം ചില നിലപാടുകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് പ്രഗ്നൻസി ഈസ് ഹാപ്പി ഓൾ വെൻ ചൈൽഡ് ഈസ് ബോൺ ഹെൽത്തി എന്ന ഒരു സംഭവം, അതായത് ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ചില കുറവുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കുട്ടികളെയൊക്കെ ഉണ്ടായാൽ അത് സന്തോഷം തരില്ല എന്നൊരു ചിന്തയാണ് ഇവിടെ. അങ്ങനെ സന്ദേശമാണ് ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ് ഡോക്ടർ ഇതിനെ നോക്കിക്കാണുന്നത്? ഞാനൊരു പീഡിയാട്രീഷ്യനും 6 മക്കളുടെ അമ്മയും കൂടിയാണ്. ഒരു ഗർഭാവസ്ഥയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ നോർമൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പ്രസവ സമയത്ത് ധാരാളം കോംപ്ലിക്കേഷൻസ് വരുന്ന കുഞ്ഞുങ്ങളെ കാണാനിട വന്നിട്ടുണ്ട്. ചിലപ്പോൾ നോർമൽ ഡെലിവറി ആയിരിക്കാം, ചിലപ്പോൾ സിസേറിയൻ ആയിരിക്കും. പ്രസവ സമയത്ത് കോംപ്ലിക്കേഷൻ വന്ന് കുഞ്ഞിന് പിന്നീട് അപാകതകൾ വരുന്ന അല്ലെങ്കിൽ വൈകല്യങ്ങൾ വരുന്ന ധാരാളം അവസ്ഥകൾ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. ഗർഭാവസ്ഥയിൽ ഇത്രയും കാലം 20 ആഴ്ച വരെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ അബോർഷൻ ചെയ്യണമെന്ന് മിക്ക ഡോക്ടേഴ്സും നിർബന്ധിക്കും. ദൈവഭയമുള്ള ദൈവാശ്രയമുള്ള ഗൈനക്കോളജിസ്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ എന്തെങ്കിലും വൈകല്യം ഗർഭാവസ്ഥയെ കണ്ട അപ്പം തന്നെ ഗർഭിണിയോട് നമുക്ക് 2-3 ടെസ്റ്റുകൾ കൂടി ചെയ്യാം, അതിലും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യാം എന്ന് പറയും. അത് സാധാരണ 20 ആഴ്ചക്കുള്ളിലാണ് അങ്ങനെ അബോർഷൻ ഇത്രയും കാലം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്. പുതിയ ബിൽ പ്രകാരം അത് 24 ആഴ്ചത്തേക്ക് മാറ്റി. ഇതിന്റെ പിന്നിലെ ഒരു കാരണം 20ാമത്തെ ആഴ്ചയിലാണ് ഡീറ്റെയിൽഡ് അനോമലി സ്കാൻ, എന്തെങ്കിലും വൈകല്യം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള സ്കാനിങ്.
അതായത് കൊച്ചിന്റെ വലിപ്പം അത്യാവശ്യമായി, ഗർഭസ്ഥ ശിശു നല്ല അത്യാവശ്യം ദ്രാവകത്തിൽ കിടക്കുന്നു. ആ സമയത്ത് എടുക്കുന്ന പിക്ചേഴ്സ് അല്ലെങ്കിൽ കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് വൈകല്യങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതിലെന്തെങ്കിലും വൈകല്യത്തിന്റെ സംശയം വന്നു കഴിഞ്ഞാൽ ആംനിയോസെന്റസിസ് എന്നുള്ള പരിശോധന 20ാമത്തെ ആഴ്ചയിൽ അല്ലെ 16ാമത്തെ ആഴ്ചയിൽ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് വിധിക്കും. ഇതിന്റെ റിസൾട്ട്, ഇതൊരു ക്രോമസോം സ്റ്റഡിയാണ്. നേരിട്ട് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ചുറ്റുമുള്ള ദ്രാവകം സിറിഞ്ച് എടുത്ത് വലിച്ചെടുത്ത് അത് പരിശോധന ചെയ്യുന്നതാണ്. ഇതിന്റെ റിസൾട്ട് വരാൻ 4 ആഴ്ച പിടിക്കും. ഉദാഹരണത്തിന് ഒരു രോഗി 20ാമത്തെ ആഴ്ചയാണ് ആംനിയോസെന്റസിസിന് വിധേയമായതെങ്കിൽ 24ാമത്തെ ആഴ്ചയിലാണ് ആ റിപ്പോർട്ട് കിട്ടുന്നത്. അതിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ, ജനിതക പ്രശ്നങ്ങളാണ് സാധാരണ ഇതിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്, ഡൗൺ സിൻഡ്രോം പോലെയുള്ളവ. അങ്ങനെ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ 24ാമത്തെ ആഴ്ച ആ രോഗി അമ്മയോട് തന്റെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞിന് ജനിത അനോമലി ഉണ്ട് എന്ന് പറഞ്ഞ് അബോർഷന് വേണ്ടി ഡോക്ടേഴ്സ് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ ബില്ല് നടപ്പിലാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അംഗവൈകല്യമുള്ള കുട്ടികളെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ കാണുന്ന കുട്ടികളെ അബോർട്ട് ചെയ്യുന്ന ഒരു പ്രവണത വലിയ രീതിയിൽ വർദ്ധിക്കും. അത് ഉണ്ടാക്കുന്ന വലിയ ഒരു അപകടം, അതാണ് ഡോക്ടർ സുമ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് അല്ലേ? ജനിതക പ്രശ്നങ്ങൾ, വൈകല്യങ്ങൾ കുറച്ചുകൂടി നേരത്തെയൊക്കെ ഒത്തിരി എണ്ണം മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതലായിട്ട് ജനിതക പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ആംനിയോസെന്റസിസ് എന്ന ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നത് 24 വീക്സോടെയാണ്. ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ബില്ല് തത്രപ്പെട്ട് 24 ആഴ്ചയിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ വളരെ ഹാനികരമാണ്, കുഞ്ഞിനും ദോഷകരമാണ്, അമ്മയ്ക്കും ഹാനികരമാണ്. കാരണം ഗർഭാവസ്ഥ കിടക്കുന്ന കുഞ്ഞിന്റെ ചുറ്റുമുള്ള ദ്രാവകത്തിൽ നിന്ന് ഒരു സിറിഞ്ച് എടുത്ത് വലിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഇഞ്ചുറി വരാം, ഇൻഫെക്ഷൻ വരാം, ബ്ലീഡിങ് വരാം, അബോർഷനായി പോവാം, അമ്മയ്ക്കും അണുബാധ വരാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഇൻവേസീവ് ആയിട്ടുള്ള, അതായത് ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ചുറ്റുമുള്ള ദ്രാവകം വലിച്ചെടുത്ത് പരിശോധിച്ച് കുഞ്ഞിനെ കൊലക്കയറിന് വിധിക്കാൻ ഇന്ന് ശാസ്ത്രം ഡോക്ടേഴ്സിനെ നിർബന്ധിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഡോക്ടേഴ്സിനെയും കുടുംബത്തെയും നിർബന്ധിക്കുന്ന ഒരു ഹീനമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഈ പരിശോധന നടത്തുന്ന സമയത്ത് ചില കുറവുകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുകയും എന്നാൽ കുട്ടി ജനിക്കുമ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാറില്ലേ? അങ്ങനെ ഒരു വശം കൂടി അതിൽ ഇല്ലേ? അങ്ങനെ ഇല്ലേ ഡോക്ടർ? സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗർഭസ്ഥ ശിശുവിന്റെ കഴുത്തിന്റെ പിന്നിലെ തൊലി അഥവാ ന്യൂക്കൽ ഫോൾ, അതിന് തിക്നെസ് കൂടുതലാണ്, അതുകൊണ്ട് ഇത് മംഗോളിസാലെ ഡൗൺ സിൻഡ്രോം ആകാം എന്ന് പറഞ്ഞ് ഒരു ഗർഭിണിയോട് അബോർഷന് വേണ്ടി ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടു. മരുന്ന് വെച്ച് അത് കുഞ്ഞിനെ അബോർട്ട് ചെയ്തു. കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിന് യാതൊരുവിധ ഡൗൺ സിൻഡ്രോത്തിന്റെ ലക്ഷണങ്ങളും ഇല്ലായിരുന്നു. ചുറ്റും കൂടി നിന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ബാക്കി ഡോക്ടേഴ്സിനും ഒക്കെ ഇത് കണ്ടപ്പോൾ വിഷമമായി. പലപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ കുഞ്ഞിന് വൈകല്യമുണ്ട് അല്ലെങ്കിൽ ജനിതക പ്രശ്നമുണ്ട്, അപ്പൊ ഇതിനെ നമുക്ക് കളഞ്ഞേക്കാം, ഇനി നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കുമല്ലോ. ഈ ഡോക്ടർമാർക്ക് അടുത്ത കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാവും, അങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഇനി ജനിക്കൂ എന്ന് പറയാനായിട്ട്, അത്രയും ധാർഷ്ട്യത്തോടെ സംസാരിക്കാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. കാരണം തമ്പുരാന്റെ കയ്യിലാണ് ഓരോ കുഞ്ഞിന്റെയും ഭാവി ഭാഗതയെ നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്ത കുഞ്ഞിനെ ആരോഗ്യത്തോടെ ജനിക്കാൻ പറ്റും, അതുകൊണ്ട് ഈ വൈകല്യമുള്ള കുഞ്ഞിനെ ഒഴിവാക്കൂ എന്ന് പറയുന്നതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ആ കുഞ്ഞ് ഗർഭാവസ്ഥയിൽ മംഗോളിസത്തിന്റെ ഒരു ലക്ഷണമായ ന്യൂക്കൽ ഫോൾ തിക്നെസ് ഇത്തിരി കൂടുതലായിരുന്നു എന്ന് പറഞ്ഞ് അബോർഷൻ ചെയ്യപ്പെട്ട ആ കുഞ്ഞ് സാധാരണ കുഞ്ഞായിരുന്നു, അതിന് ഡൗൺ സിൻഡ്രോത്തിന്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങളെ വളരെയേറെ വേദനിപ്പിച്ചു. അബോർഷൻ ചെയ്തതിന്റെ വിഷമം ഒന്ന്, നോർമലായ ഒരു കുഞ്ഞിനെ ഇല്ലാത്ത ആരോപണത്താൽ കൊലപ്പെടുത്തേണ്ട വന്നല്ലോ, അത് കാണേണ്ട വന്നല്ലോ, ഇന്ന് ദൃക്സാക്ഷി ആകേണ്ട വന്നല്ലോ എന്നുള്ള വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കിയപ്പോൾ അബോർഷനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പറഞ്ഞൊരു കാര്യം, പ്രഗ്നൻസി ഈസ് ദ റൈറ്റ് ഓഫ് വിമൻ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരം അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിന് എന്ത് ഇടപെടൽ നടത്താനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് ഉണ്ട് എന്ന ഒരു നിലപാടാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. അങ്ങ് 6 കുട്ടികളുടെ അമ്മയാണ്. ഈ അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അബോർഷനെ അനുകൂലിക്കുന്ന ആളുകളുടെ ഇത്തരം വാദങ്ങളുടെ, അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുകൂലിക്കുന്ന അത്തരം വാദങ്ങളെ എങ്ങനെയാണ് ഡോക്ടർ നോക്കിക്കാണുന്നത്? അബോർഷൻ അനുകൂലികൾ പറയുന്നത് ഗർഭസ്ഥ ശിശു അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമാണ്, അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ആ കുഞ്ഞിനെ വേണമെന്നോ വേണ്ടെന്നോ എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം, അത് അമ്മയുടെ സ്വാതന്ത്ര്യമാണ്.
വേണമെങ്കിൽ ഒഴിവാക്കാം, അതായത് അബോർഷൻ ചെയ്ത് കുഞ്ഞിനെ കളയാം. അതെ, നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളെ പോലും പലരും അക്കാരണത്താൽ ഇപ്പോൾ എനിക്ക് 2 കുട്ടികളുണ്ട്, മൂന്നാമതൊരു കുഞ്ഞിന്റെ ആവശ്യമില്ല എന്ന് കരുതി അബോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു ഗർഭസ്ഥ ശിശുവിന്റെയും അമ്മയുടെയും രക്തഗ്രൂപ്പ് 2ആണ്. അതിൽ നിന്ന് തന്നെ ഈ കുഞ്ഞ് അമ്മയുടെ ഒരു ഭാഗമല്ല, അമ്മയുടെ ശരീരത്തിൽ നിന്ന് പോഷണം സ്വീകരിച്ച് വളരുന്ന സ്വന്തമായ വ്യക്തിത്വമുള്ള ആത്മാവുള്ള മറ്റൊരു മനുഷ്യ ജീവിയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. അപ്പൊ നമ്മുടെ തന്നെ രക്തഗ്രൂപ്പ് അല്ല, നമ്മുടെ തന്നെ സവിശേഷതകൾ അല്ല എല്ലാം കുഞ്ഞിന് കിട്ടുന്നത്. പിതാവിന്റെയും മാതാവിന്റെയും സവിശേഷതകൾ കുഞ്ഞിന് ലഭിക്കുന്നു. അപ്പൊ അമ്മയുടെ മാത്രമായി ശരീരത്തിന്റെ ഭാഗമായി അമ്മയ്ക്ക് എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും? എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും അത് സ്വാർത്ഥതയിൽ വേരൂന്നിയ ഒരു മറുപടി മാത്രമാവും എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ജോർജ് എഫ് സേവിയർ, ഈ വൈകല്യമുള്ള കുട്ടികൾ, നമ്മൾ അങ്ങനെ ഒരു പദപ്രയോഗം പോലും പൊതുസമൂഹത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഭിന്നശേഷി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു, ഡിഫറൻ്റ്ലി ഏബിൾഡ് നമ്മൾ ഉപയോഗിക്കുന്നു. കേന്ദ്ര സർക്കാർ ആണെങ്കിൽ തന്നെ ദിവ്യാംഗ് എന്നൊരു പദപ്രയോഗമാണ് ഉപയോഗിക്കുക. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ സമൂഹത്തെ അവർക്ക് വേണ്ടി മൊബൈൽ ആപ്പുകൾ നിർമ്മിക്കുന്നു, അവർക്ക് വേണ്ടി റാമ്പുകൾ, എല്ലാ സർക്കാർ ഓഫീസുകളിൽ റാമ്പുകൾ നിർമ്മിക്കുന്നു. എല്ലാ ഇടങ്ങളിലും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ആളുകളെ ദിവ്യാംഗ് സ്പെഷ്യലായിട്ട് എല്ലാ ഇടങ്ങളും തീർക്കുവാൻ വേണ്ടി കാര്യങ്ങൾ സജ്ജമാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഈ നാട്ടിൽ ഉള്ളത് താനും. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഇത്തരം ചില ബില്ലുകൾ, അതിൽ ഡോക്ടർ ഫിൻഡോ പറഞ്ഞതുപോലെ ചില പദപ്രയോഗങ്ങളുണ്ട്, അത് വളരെ അപകടകരമാണ്. അത് നൽകുന്ന മെസ്സേജുകൾ നമ്മളെ ഭയപ്പെടുത്തേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇത്തരം ചില കുറവുകളുള്ള ആളുകളും ഈ സമൂഹത്തിന്റെ ഭാഗമാകണ്ട, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവർ ഈ രാജ്യത്ത് മതി എന്ന ഒരു സന്ദേശമല്ലേ ഈ ബില്ലിലൂടെ, ഇത് ആക്റ്റായി ഇപ്പോൾ ഉടനെ വരുമ്പോൾ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മൾ ഹിറ്റ്ലറിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് അല്ലെ? ഹിറ്റ്ലർ നമുക്ക് ഇപ്പോഴും നമ്മൾ പേടിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഭീകരനായി കാണുന്ന ഭരണാധികാരിയാണ്. ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരെ വധിച്ചിട്ടുള്ള അദ്ദേഹമാണ് കിടക്കയിൽ മുള്ളിയ മനുഷ്യര് വരെ വധിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. കിടക്കയിൽ മുള്ളു, അത് ചില കുട്ടികളിൽ വരാറുന്ന ഒരു പരിസ്ഥിതി വിശേഷമാണ്, അവരെ വരെ വധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീകരനായ ഹിറ്റ്ലർ, അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്ന ഒരു ഹിറ്റ്ലർ എന്ന് പറയുന്നത് പൂർണ്ണ ആരോഗ്യമുള്ള മനുഷ്യർ എന്നൊരു കൺസെപ്റ്റാണ് എടുത്തുപയോഗിച്ചത്. ഇപ്പോഴും ഏകദേശം നമ്മൾ ചിന്തിച്ചാൽ ആ ഹിറ്റ്ലറുടെ കൾച്ചർ, സംസ്കാരം, അത് ഭരണകർത്താക്കൾക്ക് മാത്രമല്ല, നേരത്തെ ഡോക്ടർ ഫിൻഡോ പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങളിലേക്ക് പോലും കുത്തിവെക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം പൂർണ്ണമായി ആരോഗ്യമുള്ള കുഞ്ഞിനെ ജീവിക്കുവാൻ അനുവദിക്കുക. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാൻ നേരത്തുകൊണ്ട് എല്ലാ സ്കാൻ റിപ്പോർട്ടും കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുപോലും തെറ്റല്ലേ? എത്രയോ സ്കാൻ റിപ്പോർട്ടിൽ തെറ്റിയിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞിനെ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന എത്രയോ കേസുകൾ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അത്തരം കുഴപ്പങ്ങൾ കണ്ടിട്ടില്ല. ആൺകുട്ടിയാകും എന്ന് പറഞ്ഞ കേസുകൾ ഇറങ്ങി വന്നപ്പോൾ പെൺകുട്ടി വന്ന കേസുണ്ട്, പെൺകുട്ടിയാകും എന്ന് പറഞ്ഞത് ആൺകുട്ടി വന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്കാൻ റിപ്പോർട്ടിൽ തന്നെ വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ നമ്മളെ ഒന്നിലധികം ചിലപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ എടുക്കേണ്ടി വരുന്നത്. ഡോക്ടർമാർ തന്നെ പലപ്പോഴും പരിശോധിക്കുന്നത്. അപ്പൊ എല്ലാ മേഖലയിലും നമ്മൾ ചതിക്കപ്പെടുക ഈ സമൂഹം. കാരണം ഈ ഒരു സംസ്കാരം നമുക്കറിയാം. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാൽ, വാട്സപ്പ് തുറന്നാൽ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന, ഞങ്ങളൊക്കെ ആക്ടിവിസ്റ്റുകൾ എന്നാണ് പറയുന്നത്, പക്ഷെ അവിടെ ഒരു പ്രത്യേക ആക്ടിവിസ്റ്റുകളുണ്ട്. അവർ പറയുന്നത് മാത്രമാണ് ശരി, അത് അടിച്ചേൽപ്പിക്കുകയും അതിന് വിരുദ്ധമായിട്ട് പറയുന്നവരെ എനിക്കറിയാം. ഡോക്ടർ ഫിൻഡോ ഈ ഒരു ബില്ലിനെതിരെ മനോഹരമായ ഒരു പോസ്റ്റ് ഇട്ട് ഗൈനക്കോളജിസ്റ്റുകൾ കാണിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റിനെതിരെ ഡോക്ടർ ഫിൻഡോയെ വന്ന് ആക്രമിച്ചവർ ഞാൻ കണ്ടതാണ്. കാരണം നല്ലത് പറയാൻ ഭയക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ മനസ്സിലേക്ക് നമ്മുടെ സമൂഹം പോവുകയാണ്. ഹിറ്റ്ലർ എന്ന് പറയുന്ന ഏകാധിപതി കണ്ട ആ ഒരു മനസാക്ഷി, അല്ല ആ ഒരു മനസ്സിലേക്കാണ് നമ്മുടെ സാധാരണ ജനവും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ബില്ല്. തീർച്ചയായും. ഡോക്ടർ ഫിൻഡോ, ഈ അബോർഷൻ നടത്തിയ സ്ത്രീകൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാകുന്നുണ്ട് എന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്നവർ വലിയൊരു വിഭാഗം ഇത്തരത്തിലുള്ള ഡ്രഗ്സും മദ്യവും മയക്കുമരുന്നും ഒക്കെ ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റികൾ ഈ അബോർഷനെ അനുകൂലിക്കുന്ന സംഘടനകളെയൊക്കെ ഫണ്ട് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് വാസ്തവമാണോ ഡോക്ടർ ഫിൻഡോ? നമ്മുടെ നാട്ടിലെ കേരളത്തിലാണ് ഞാൻ പഠിച്ചതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും. കേരളത്തില് ഇത്തരം അബോർഷൻ ചെയ്യുന്ന ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ പ്ലാന്റ് പാരന്റ്ഹുഡ് മൂവ്മെന്റ് ഒക്കെ പോലെ അബോർഷൻ ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ അധികം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അബോർഷൻ ചെയ്യുന്ന ആശുപത്രികളുണ്ട്, പക്ഷെ അബോർഷൻ മാത്രം ചെയ്യുന്ന ക്ലിനിക്കുകൾ
അത്തരം ക്ലിനിക്കുകളിലുള്ള ഡോക്ടർമാർക്ക് തീർച്ചയായിട്ടും മനസാക്ഷിക്ക് വേദന ഉളവാക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇത്തരം ഡ്രഗ് ഇതുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ നാട്ടിലുള്ള ഒരു കൾച്ചർ വെച്ചിട്ട് പലപ്പോഴും ഡോക്ടർമാർ അബോർഷൻ ചെയ്യുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും ഒരു അബോർഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിക്കാൻ ഇടയപ്പോൾ അവരെന്നോട് പറഞ്ഞതാണ്, ഫിൻഡോ ഞാനിത് ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യും. അവർ ചെയ്യുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ട് ഒരു അബോർഷൻ ചെയ്യാനായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്തിനാ ഈ പേഷ്യന്റിനെ വേറൊരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യണം, ഞാൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയണം എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ പറയുന്ന ഒരു ഹെൽത്ത് സെന്റർ, ഗവൺമെന്റിന്റെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഒരിക്കൽ ആ ഡോക്ടറുടെ കയ്യിൽ വെച്ച് തന്നെ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ, അതായത് രണ്ടാമത്തെ കുഞ്ഞിനെ, മൂത്ത കുഞ്ഞിന് 8 മാസം മാത്രം ഗർഭിണിയായിരുന്ന സമയത്ത് രണ്ടാമത്തെ ഗർഭിണിയായ ആ സ്ത്രീ അബോർഷനിടയിൽ മരിച്ചു വീണതായിട്ട് പിന്നീടുള്ള സമയത്ത് ഞാൻ പേപ്പറിൽ വായിച്ചു. അപ്പൊ സുരക്ഷിതമായിട്ട് ഞാൻ അബോർഷൻ ചെയ്യുമെന്ന് അവകാശപ്പെട്ട ഒരു ഡോക്ടറുടെ അതേ ഗവൺമെന്റ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വെച്ചിട്ട് ഈ സ്ത്രീ മരിച്ചു വീണ വാർത്ത പിന്നീട് ഞാൻ അവിടെ നിന്നൊക്കെ പോന്നതിന് ശേഷം പിന്നീട് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പൊ എന്താണ് ഈ സുരക്ഷിതമായിട്ടുള്ള അബോർഷൻ? ആർക്കാണ് ഇത് സുരക്ഷിതമായിട്ടുള്ളത്? ചെയ്യുന്ന ഡോക്ടർക്കാണോ അതോ വിധേയാകുന്ന സ്ത്രീക്കാണോ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനാണോ സുരക്ഷിതത്വം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് ഒരു നിമിഷം ഡോക്ടർ ഫിൻഡോ, നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സംശയമാണ്. ശരിക്കും ഈ അബോർഷൻ എന്ന് നമ്മൾ പലവട്ടം ആ പദപ്രയോഗം ഉപയോഗിക്കുമെങ്കിലും ശരിക്കും അബോർഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഗർഭപാത്രത്തിനുള്ളിൽ വളരുന്ന കുഞ്ഞ്, അതായത് ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം യഥാർത്ഥത്തിൽ നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് ഈ കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിലെത്തി അവിടെ കുഞ്ഞ് വേര് പിടിച്ച് വളരുന്നു. പ്ലസന്റ, മറുപിള്ള രൂപപ്പെട്ട് ഭ്രൂണസഞ്ചിയുടെ ഉള്ളിൽ വളരുന്ന ഒരു കുഞ്ഞ്. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു പ്രഗ്നൻസി എന്നുള്ളതാണ് അബോർഷൻ ചെയ്യുന്നതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത്, ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രഗ്നന്റ് ആവുന്ന ഒരു പെൺകുട്ടി മാസമുറ തെറ്റി 2 ആഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്ത് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അവര് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും എന്നെ കാണാനായിട്ട് വന്നിരുന്നു. അപ്പൊ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം ഇതാണ്, ഞാൻ അവർക്ക് ഈ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും. ഇത് 11 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞാണിത്. അപ്പൊ ഈ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ, ഇത് ഒരു റബ്ബറാണ്, റബ്ബർ മോഡലാണ്. ഈ കുഞ്ഞിന്റെ കുഞ്ഞിക്കൈകളും കുഞ്ഞിക്കാലുകളും കണ്ണും മൂക്കും എല്ലാം ഉള്ള ഒരു കുഞ്ഞാണ് ഉദരത്തിൽ വളരുന്നത് എന്ന് അവർ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും അവരുടെ മനസ്സ് മാറുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരു കുഞ്ഞിനെ ഗർഭാശയമുഖം വികസിപ്പിക്കാനായിട്ടുള്ള മരുന്ന് വെച്ച് ഗർഭാശയമുഖം വികസിപ്പിച്ച് കുഞ്ഞിനെ വലിച്ചെടുത്ത് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവൃത്തിയാണ് ഭ്രൂണഹത്യ അഥവാ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പോ ഒരു നിമിഷം, ഈ 4 മാസത്തിൽ നിന്ന് 4 വീക്കിൽ നിന്ന് ഈ 6 മാസമാകുമ്പോഴേക്കും ശരിക്കും ഒരു കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? അവന് ഏതൊക്കെ രൂപങ്ങൾ, എന്തായിരിക്കും അവസ്ഥ? 8 ആഴ്ചയാകുമ്പോഴേക്കും ഈ കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോ ഫ്രം ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ മുതൽ 8 ആഴ്ച വരെയുള്ള പ്രായത്തിന് നമ്മൾ എംബ്രിയോ എന്നാണ് നമ്മൾ പറയുക. 8 ആഴ്ച മുതൽ പിന്നീട് കുഞ്ഞിനെ നമ്മൾ ഫീറ്റസ് എന്നാണ് വിളിക്കുന്നത്. ഈ എംബ്രിയോ എന്നുള്ള സ്റ്റേജ് ആകുമ്പോഴേക്കും കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും രൂപപ്പെട്ടു. പിന്നെ വളർന്നാൽ മാത്രം മതി. ഈ വളരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് വിളിക്കുന്നത്. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്, കുഞ്ഞിന്റെ കൈ, കാല്, കണ്ണ്, മൂക്ക് എല്ലാ അവയവങ്ങളും രൂപപ്പെട്ടു കഴിഞ്ഞു 8 ആഴ്ചയാകുമ്പോഴേക്കും. ഇനി 3 മാസം തികഞ്ഞു കഴിഞ്ഞാൽ, അതായത് 12 മുതൽ 13 ആഴ്ച ആകുമ്പോഴേക്കും വയറിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഉപകരണം വെച്ച് നമുക്ക് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. 5 മാസം തികഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ 22 ആഴ്ചയിൽ പോലും കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. അപ്പൊ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെയാണ് 24 ആഴ്ചയിലൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താവുന്ന ഒരു കുഞ്ഞിനെ ഐ ഹാവ് സീൻ 22 ആഴ്ചയിൽ ജനിച്ചു വീണ കുഞ്ഞ് കരയുന്നത്, ആ കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞിന് കരയാൻ പറ്റും, പക്ഷെ കുഞ്ഞിന് കരച്ചിലിന് ശക്തി ഉണ്ടാവില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കുഞ്ഞിന് വേണ്ടത്ര ഓക്സിജൻ കുഞ്ഞിന് ശ്വാസകോശത്തിലൂടെ അകത്തേക്ക് എടുക്കാനായിട്ടുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ഏതാനും മിനിറ്റുകൾ കൊണ്ട് കുഞ്ഞ് ഗ്യാസ്പ് ചെയ്ത് മരിച്ചു പോകും. 23 ആഴ്ചയിൽ പ്രസവിച്ച ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ വീഡിയോ പോലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, മരിച്ചുപോയി. മാസം തികയാതെ നടന്ന പ്രസവമായിരുന്നു. അപ്പോ ഇത്തരം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ 3 മാസം വരെയാണ് D&C എന്നുള്ള പ്രൊസീജിയർ. 3 മാസത്തിനുള്ളിൽ മാത്രമേ നമുക്ക് കുഞ്ഞിനെ D&C അഥവാ ഗർഭാശയമുഖം വികസിപ്പിച്ച് കുഞ്ഞിനെ പുറത്ത് വലിച്ചെടുക്കുന്ന ടെക്നിക്ക് പറ്റുള്ളൂ. 3 മാസത്തിന് ശേഷമാണെങ്കിൽ കുഞ്ഞിന്റെ തലയോട്ടി രൂപപ്പെട്ട് കഴിഞ്ഞു. പിന്നെ പ്രസവിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ എന്റെ MBBS പഠന കാലഘട്ടത്തിൽ, ഹൗസ് സർജൻസി കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായി. കുഞ്ഞിന് വൈകല്യമുണ്ടെന്ന് കണ്ട് മരുന്ന് വെച്ച ഈ പെൺകുട്ടി ലേബർ റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ, മരുന്ന് വെച്ചിട്ടാണ് ലേബർ റൂമിൽ വരുന്നത്, നല്ല പെയിൻ തുടങ്ങിയ സമയത്ത് ഈ പെൺകുട്ടി ലേബർ
റൂമിൽ വന്നു. ലേബർ റൂമിൽ വെച്ചിട്ട് അവിടെ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് ഈ പെൺകുട്ടി പറഞ്ഞിങ്ങനെ, ഡോക്ടറെ എന്റെ കുഞ്ഞ് വയറിനകത്ത് കിടന്ന് വല്ലാണ്ട് കിടന്ന് അനങ്ങുന്നു. നിങ്ങൾക്കറിയാമോ എന്താണ് അനക്കം എന്നുള്ളത്? അതാ കുഞ്ഞിന്റെ പെടച്ചിലാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ കുഞ്ഞ് ഗർഭപാത്രം വികസിച്ച് കുഞ്ഞ് പുറത്തു വന്നപ്പോഴും ആ കുഞ്ഞ് ഗ്യാസ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഏതാനും മണിക്കൂറുകൾ ആ കുഞ്ഞ് ഗ്യാസ്പ് ചെയ്ത് കുഞ്ഞ് മരിച്ചുപോയി. 22-23 ആഴ്ച പ്രായമുള്ള ഈ കുഞ്ഞ്. അപ്പോ നിയമം അനുസരിച്ച് 20 ആഴ്ച വരെ അബോർഷൻ ചെയ്യാൻ പാടുള്ളൂ എങ്കിലും ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ പോലും 23 ആഴ്ചയിൽ അന്ന് മരുന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഡോക്ടർ, ഈ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ, സാധ്യതകളൊക്കെ ഈ നമ്മുടെ ഈ ആശുപത്രികളിൽ ഉണ്ട് ഇപ്പോഴും. അങ്ങനെ തന്നെയാണോ? അതെ. അപ്പോ ഈ ജീവനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം പടുത്തുയർത്തുന്ന ഒരു കാലഘട്ടം വരെ. അപ്പോൾ ഡോക്ടേഴ്സ് പലപ്പോഴും ചിന്തിക്കുന്നത് ഇതാണ്, ഈ വൈകല്യമുള്ള കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് കുടുംബത്തിന് ഭാരമാകും, സമൂഹത്തിന് ഭാരമാകും. എന്തിന് ഈ ഭാരം? അപ്പൊ നമുക്ക് മരുന്ന് വെച്ച് പ്രസവിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു നിലപാട്. ഈ ഉള്ള നിയമങ്ങൾ പോലും നിർബന്ധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് പലപ്പോഴും പ്രാബല്യത്തിലാക്കപ്പെടുന്നില്ല. ഐ ഹാവ് സീൻ 22 ആഴ്ചയിലും 24 ആഴ്ചയിലൊക്കെ മരുന്ന് വെച്ച് വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. നിയമം അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. ഈ കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം ഗ്യാസ്പ് ചെയ്യും. ഈ വലിച്ച് മണിക്കൂറുകൾ വലിച്ച് കുഞ്ഞ് കിടന്ന് മരിച്ചു പോകുന്നത് നമ്മൾ വേദനയോടുകൂടി നോക്കി നിൽക്കുന്ന അവസ്ഥ. അപ്പൊ ആ കുഞ്ഞിന്റെ ജീവനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബഹുമാനം, ജീവനെ ബഹുമാനിക്കുക, ആ ജീവന് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കെയർ, ആ കുഞ്ഞിന് ഓക്സിജൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കെയർ പോലും കൊടുക്കാത്ത ഒരവസ്ഥ നമ്മൾ കാണുന്നു. ഒരുപക്ഷെ മാസം തികഞ്ഞ് ഈ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ മരിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആ ജീവനോട് കാണിക്കുന്ന ഒരു ബഹുമാനം. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. മാസം തികഞ്ഞ് നിങ്ങൾ പ്രസവിച്ചാലും അനെൻകെഫാലി, തലയോട്ട് രൂപപ്പെടാത്ത കണ്ടീഷനിൽ ചിലപ്പോൾ പ്രസവത്തോടു കൂടി കുഞ്ഞ് മരിച്ചു പോകും. പക്ഷേ ജീവൻ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവനെ നമ്മളുടെ കഴിവിന്റെ പരമാവധി നമ്മൾ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന് ശേഷം ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആ കുഞ്ഞ് പുറത്തു വന്നു, കുഞ്ഞ് മരിച്ചുപോയി. അത് ദൈവത്തിന്റെ തീരുമാനം. ജീവനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബഹുമാനം. ഈ ഒരു 3 മാസം മുന്നാണ് നമ്മൾ പ്രസവിപ്പിക്കുന്നുള്ളൂ എങ്കിലും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ കൊന്ന അമ്മയും അപ്പനും ആക്കിയിട്ട് ആ മാതാപിതാക്കളെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ ഈ ഭാരവുമായിട്ട് അവർ ജീവിക്കേണ്ടി വരും. എന്റെ കുഞ്ഞിന് വൈകല്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നുള്ള ആ ഒരു വേദനയുമായിട്ട് ഈ മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. അതേസമയം ഒരു പക്ഷേ പ്രസവത്തിന് ശേഷം 1, 2, 3 മാസം ജീവിക്കുകയോ അല്ലെങ്കിൽ 1, 1.5 വർഷം ജീവിക്കുകയോ ചെയ്ത് ആ കുഞ്ഞ് മരിച്ചു പോകുമ്പോഴും അവരുടെ മനസ്സിൽ അവർക്ക് സന്തോഷിക്കാം. എന്റെ കഴിവിന്റെ പരമാവധി എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു, ആ കുഞ്ഞ് മരിച്ചുപോയി. ബൈബിളിൽ പറയുന്ന എങ്ങനെയാണ്? എന്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ആ കുഞ്ഞിനെ കെയർ ചെയ്യാനായിട്ട് ആ മാതാപിതാക്കളെ ശ്രമിക്കുമ്പോൾ സ്വർഗത്തില് ഇവർ വലിയ നിക്ഷേപം കരുതി വയ്ക്കുക ചെയ്യുന്നത്. എനിക്ക് അത്തരം മാതാപിതാക്കളോട് വലിയ ബഹുമാനമുണ്ട്. തീർച്ചയായും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഡോക്ടർ ഫിൻഡോ ഇവിടെ പറഞ്ഞത്. ഡോക്ടർ സുമ ജിൽസൺ, ഈ ഡോക്ടേഴ്സ് ഇങ്ങനെ അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു, പിന്നെ പേരൻസ് അതിനൊന്നും മുതിരുന്നില്ല, അവര് കുട്ടിയെ പ്രസവിക്കുന്നു. എന്നാൽ അവര് പ്രസവത്തിൽ ആ കുട്ടി വലിയ അത്ഭുതങ്ങൾ കാട്ടിയ കുട്ടികൾ, അങ്ങനെയുള്ള ആളുകളെ ഡോക്ടർ സുമയ്ക്ക് പരിചയം ഉണ്ടാവും. തീർച്ചയായും അങ്ങ് വലിയൊരു ഇത്തരം ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇടപെടുമ്പോൾ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഒരു കഥ കൂടി ഓർമ്മയിലുണ്ടാവുമോ ഡോക്ടർ സുമ? ഇഷ്ടംപോലെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രൈമി ആദ്യത്തെ ഗർഭാവസ്ഥയിലെ ഡോക്ടേഴ്സ് പലപ്പോഴും അനോമലീസ് ഉണ്ട്, അബോർഷൻ ചെയ്തേക്കാം. ചിലപ്പോൾ ഭർത്തൃ വീട്ടുകാരെ കൂടുതലായിട്ട് ഗർഭിണിയെ നിർബന്ധിച്ചേക്കും. കാരണം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ മതി എന്ന് അവരെ നിർബന്ധിക്കും. സ്വന്തം വീട്ടുകാരുടെ കുറച്ചൊക്കെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും അബോർഷൻ ചെയ്യാതിരിക്കാൻ. പക്ഷെ ഭർത്തൃ വീട്ടുകാരുടെ വാക്കിന് പലപ്പോഴും പല സ്ത്രീകൾക്കും വഴങ്ങേണ്ടി വരാറുണ്ട്. അങ്ങനെ പല സംഭവങ്ങളിലും ആദ്യത്തെ ഗർഭാവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു, പക്ഷെ പൊന്നുപോലെ മനസ്സിൽ കരുതി, ഹൃദയത്തിൽ കരുതി ഗർഭപാത്രത്തിൽ സ്വീകരിച്ച കുഞ്ഞിനെ അബോർട്ട് ചെയ്യാതെ പ്രസവം കഴിഞ്ഞു. അമ്മയുടെ സ്വന്തം റിസ്കിൽ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗർഭാവസ്ഥയിൽ ഇതിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന വല്യമ്മച്ചിമാരെല്ലാം അവരുടെ പ്ലേറ്റ് നേരെ തിരിക്കുന്ന അവസ്ഥയാണ് കണ്ടേക്കുന്നത്. നല്ല തങ്കക്കുടം പോലത്തെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് അവര് സന്തോഷിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തി എന്നോട് 8ാം മാസത്തിൽ കാണിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ കൊച്ചിനെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലെ ഡോക്ടേഴ്സ് എല്ലാം അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. കുട്ടിക്ക് 2-3 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹാർട്ടിനൊക്കെ. ഞങ്ങൾ ശ്രീത്തിലെ പോയി സർജറി എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഇവൻ പക്കാ നോർമലാണ്. ചെറിയ കഫക്കെട്ട് ഇടയ്ക്ക് വന്നു, അപ്പോഴാണ് എന്നെ കാണിക്കാൻ വന്നത്. ഈ കുഞ്ഞിനെയും കൊണ്ട്
ഈ വ്യക്തി അവളുടെ അമ്മയുമൊത്ത് ഈ പ്രമുഖമായ ഹോസ്പിറ്റലുകളിലെല്ലാം പോയി അവിടുത്തെ ഡോക്ടേഴ്സിനെ കുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഡോക്ടറെ, നിങ്ങളൊക്കെ അബോർഷൻ ചെയ്യാൻ പറഞ്ഞ കുഞ്ഞാണിത്, എന്റെ മിടുക്കൻ കുട്ടൻ, അന്ന് നിങ്ങളുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടേനെ, ഞങ്ങൾക്ക് കുറച്ച് പണം ചെലവായി ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തുവെങ്കിലും കുട്ടി അത് പൂർണ്ണ സക്സസ് ആയിട്ട് ആ കുട്ടീനെ കിട്ടി, നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണ്, ഇത് ദൈവം ഞങ്ങൾക്ക് തന്നതാണ് എന്ന് പറഞ്ഞ ധാരാളം അമ്മമാരെ കാണാനിട വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മിടുക്കന്മാരായ കുട്ടികളെ പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. എന്റെ തന്നെ ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ 6ാമത്തെ കുഞ്ഞിന്റെ ഗർഭാവസ്ഥയില് കുഞ്ഞിന്റെ പുക്കിൾ കൊടിക്ക് 2 അംബിലിക്കൽ ആർട്ടറി വേണം, അതിൽ 1 സ്കാനിങ്ങിൽ കിട്ടിയുള്ളൂ. ഒരു പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ സ്കാനിങ്ങിന് പോയത്. ആ സ്കാനിങ്ങിൽ 2 ആർട്ടറി എന്നുള്ളത് 1 അവിടുന്ന് കാണാൻ സാധിച്ചുള്ളൂ. ഞാനൊരു ഡോക്ടറായിരുന്നു, തന്നെയുമല്ല അവിടെ പല ഡെലിവറിക്ക് പോയതാണ്. ആ കൺസിഡറേഷനിൽ തന്നെയാണ് എന്റെ സ്കാനിങ് അവർ ചെയ്തത്. പക്ഷെ അന്നത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. 1 മാസം കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങില് പുക്കിൾക്കൊടിയില് 2 ആർട്ടറിയും കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ സിംഗിൾ അംബിലിക്കൽ ആർട്ടറി എന്ന് പറഞ്ഞ് പലർക്കും അനോമലീസ് എന്തെങ്കിലും സസ്പെക്ട് ചെയ്യും, അബോർഷനൊക്കെ വിധിക്കാവുന്ന കേസ് ആയിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹത്താൽ എന്റേത് അടുത്ത മാസത്തെ സ്കാനിങ്ങിൽ 2 ആർട്ടറിയും കണ്ടു. ഇതുപോലെ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്കാൻ റിപ്പോർട്ടൊക്കെ വിശ്വസിച്ച് പെട്ടെന്ന് അബോർഷന് വേണ്ടി അങ്ങ് തയ്യാറാകും. ചിലപ്പോൾ ഡോക്ടേഴ്സ് തന്നെ ചിലപ്പം പറയും 20 വീക്സ് ആയി, ഇപ്പൊ അറിഞ്ഞു ഗർഭിണിക്ക് കുഞ്ഞിന് കുഴപ്പമുണ്ട്, എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യണം, ഇത്തിരി കഴിഞ്ഞാൽ റിസ്ക് ആണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു മുൾമുനയിൽ നിർത്തി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പലപ്പോഴും ഡോക്ടേഴ്സ് ആവശ്യപ്പെടാറുണ്ട്. പല ഗർഭിണികളും അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അവർക്ക് ചിന്തിക്കാൻ നേരമില്ല, വേറെ ആളോട് ഡിസ്കസ് ചെയ്യാൻ നേരമില്ല, ഒരു സെക്കൻഡ് ഒപ്പീനിയന് സമയം കിട്ടുന്നില്ല, 20 വീക്സിന് മുമ്പ് എങ്ങനെയെങ്കിലും അബോർഷൻ ചെയ്യാം. ഇപ്പം കാര്യം കുറച്ചുകൂടി ഈസി ആയി അവരെ സംബന്ധിച്ചിടത്തോളം. 24 വീക്സ് വരെ ലീഗലി അബോർഷൻ അലൗഡ് ആയതുകൊണ്ട് ഡോക്ടേഴ്സ് അത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പലരെയും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, 24 വീക്സിനുള്ളിൽ ഇതിനെ വൈകല്യമുള്ള കുഞ്ഞിനെ നമുക്ക് ഒഴിവാക്കാം എന്ന് പലപ്പോഴും ഇപ്പം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയും വരെയുള്ള ഈ ഡോക്ടേഴ്സ് ഇങ്ങനെ മുൾമുനെ നിർത്തിക്കൊണ്ട് ഇത്തരം അബോർഷൻ നിർബന്ധിക്കല്ലേ, അതോ അബോർഷന്റെ ആവശ്യകതയൊക്കെ ഈ കുടുംബങ്ങളെയൊക്കെ അറിയിക്കുന്നതിനകത്തെ കാരണങ്ങൾ എന്താകാം? അതിൽ ഇവർക്ക് ഈ ധാർമ്മികമായ മൂല്യങ്ങൾ ഇല്ലാത്തതാണോ, അതോ ഏതെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ ലോബിയുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്യുന്നതാകാമോ? അതിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല. പല പല കാരണങ്ങളാകാം. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും അനോമലീസ് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടായെങ്കിൽ ഈ കുഞ്ഞിനെയും എടുത്ത് ഈ ഡോക്ടറെ അടുത്ത് തന്നെ അമ്മയും വല്യമ്മയും വീട്ടുകാരും എല്ലാമായിട്ട് ചെല്ലും. ഡോക്ടറെ, ഈ വൈകല്യം എന്തുകൊണ്ട് ഗർഭാവസ്ഥയിൽ കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് തിരിച്ചു ചെന്ന് വഴക്കുണ്ടാക്കുന്ന ധാരാളം പേരൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡോക്ടേഴ്സിനെ പലരും കൂടി ഒരു മോബ് അറ്റാക്ക് അങ്ങനെയൊക്കെ നടത്തിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ഒരു എന്താ പറയണ്ടേ, അതിനൊരു ഡിഫെൻസീവ് റോളാണ് എടുക്കുന്നത്. കാരണം എന്തെങ്കിലും അനോമലി കണ്ടു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പെട്ടെന്ന് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അങ്ങ് കൈയൊഴിയും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കും ഈ കുഞ്ഞിന് കുഴപ്പമുണ്ട്. അത് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു ഉത്തരവാദിത്വം കൈയൊഴിയുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. ശ്രീ ജോസഫ് സേവ്യർ, ഇവിടെ ഡോക്ടർ ഫിൻഡോ പറഞ്ഞതുപോലെ ഈ അബോർഷന് ചെയ്യുന്ന സ്ത്രീകളുടെ മാനസിക നില എങ്ങനെയായിരിക്കും, അത് അങ്ങ് നോക്കി കണ്ടിട്ടുണ്ടോ? ഈ നമ്മള് ഇതുപോലുള്ള ഒരുപാട് പേരുമായിട്ട് നമുക്ക് സ്പിരിച്വൽ കൗൺസിലിങ്ങിൽ ഏർപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴവർക്ക് മരണമായി അല്ലെങ്കിൽ പ്രായമായി വയസ്സായി അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോഴും എൻ്റെ കുഞ്ഞിനെ വധിച്ച അമ്മയാണ്. സാധാരണ എനിക്കൊന്നും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീകളെയാണ്. ശരി. കാരണം അവരെ നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവരെ സംരക്ഷിക്കേണ്ട ഭർത്താവ്, അവരെ സംരക്ഷിക്കേണ്ട അമ്മ, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, അപ്പൻ, ഇവരൊക്കെ കൊടുക്കേണ്ട സംരക്ഷണം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്, സമൂഹം കൊടുക്കുന്നില്ല. പല കേസുകളും നമുക്കറിയാലോ, അബോർഷന്റെ പല കേസുകളും സമൂഹത്തിന്റെ ഒരു സംരക്ഷണമില്ല. സമൂഹത്തിന്റെ പുച്ഛം കൊണ്ട് അബോർട്ട് ചെയ്യുന്നവരുണ്ട്, പല സാഹചര്യ സമ്മർദ്ദങ്ങൾ അബോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പെട്ടായിരിക്കാം ഇവർ അബോർട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മാനസിക പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ മാനസിക പ്രയാസത്തിൽ നിന്നുള്ള വിടുതലായിട്ടാണ് പലരും ഇങ്ങനെയുള്ള ഡ്രഗ്സ് അങ്ങനെയുള്ള പല മേഖലയിലേക്ക് പോകുന്നത്. കാരണം ഒത്തിരി പേരുണ്ട്, അവരൊക്കെ ഈശോയിലേക്ക് കൊണ്ടുവരികയും അവന്റെ രക്തത്തിൽ ആശ്രയിപ്പിച്ചുകൊണ്ട് ചെയ്തത് തെറ്റാണെങ്കിലും ക്രിസ്തു എല്ലാം പൊറുക്കുന്നവനാണ് എന്നുള്ള ബോധ്യം അവരിൽ നിവേശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ അവരെ മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ അവർക്ക് വിടുതൽ കിട്ടൂ.
അല്ലെങ്കിൽ മരണം വരെയും അവർക്ക് ഈ കുറ്റബോധവും കൊണ്ട് നടക്കേണ്ട അവസ്ഥ ഉണ്ടാവും. നമുക്കറിയാം, കുറ്റബോധം എന്ന് പറയുന്നത് മറ്റു പല രോഗങ്ങളിലേക്ക് നയിക്കും, കുടുംബ തകർച്ചയിലേക്ക് നയിക്കും. നമുക്കറിയാം എത്രയോ ഈ അബോഷനൊക്കെ ആയ സ്ത്രീകൾ കുറച്ചുനാൾ കഴിയുമ്പോൾ ഭർത്താവിന് വേണ്ടാത്ത സ്ത്രീയായിട്ട് മാറുക. കാരണം അവരുടെ പുറത്ത് അവർ ചിലപ്പോൾ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം എന്റെ ഭർത്താവ് എന്നെ അന്ന് സംരക്ഷിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് നഷ്ടപ്പെടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അപ്പൊ ഇങ്ങനെ ഒത്തിരി മാനസികമായ ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ഒരു പ്രയാസങ്ങൾ ആ കുടുംബത്തിനും സമൂഹത്തിനും സൃഷ്ടിക്കുന്ന ഒരു വലിയ തിന്മയായിട്ടാണ് അബോർഷൻ പിന്നീട് മാറുന്നത്. തീർച്ചയായും. ശ്രീ ജോസഫ് സേവിയർ, ഒരു പ്രോ ലൈഫ് പ്രവർത്തകൻ അല്ലെങ്കിൽ KCBCയുടെ പ്രോ ലൈഫ് പ്രതിനിധി നിലയിൽ ചോദിച്ചോട്ടെ, ഈ മക്കളെ സംരക്ഷിക്കാനൊക്കെ നമ്മുടെ സഭാ സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി സജീവമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതല്ലേ? ഒരു പ്രതിനിധി നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ എന്ത് ഇടപെടലാണ് അങ്ങയുടെ ഈ മുന്നേറ്റം ഇടപെടാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധയായിരിക്കാം അങ്ങ് കൊടുക്കാൻ പോവുക? നമ്മുടെ സഭയുടെ സംവിധാനം നമുക്കറിയാം. ഇതിനൊക്കെ അവസാന തീരുമാനമെടുക്കേണ്ടത് KCBC ആണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. പക്ഷേ നമ്മുടെ രൂപതകളുടെ ഒരു പ്രശ്നം തന്നെ, രൂപതകൾക്ക് കീഴിലുള്ള ആശുപത്രികളുണ്ട്, രൂപതയ്ക്കല്ലാതെ സിസ്റ്റേഴ്സ് നടന്ന ആശുപത്രികളുണ്ട്, പല സ്ഥാപനങ്ങളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളിലും പൂർണ്ണമായ നിയന്ത്രണം KCBC കിട്ടില്ല. ഈ ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ്, അത് ഞാൻ പ്രോലൈഫിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറി ആയിട്ട് KCBC പ്രോലൈഫ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സിവിലിയൻ അല്ലെങ്കിൽ അൽമായ പ്രസിഡന്റ് കൂടിയാണ് KCBC പ്രോലൈഫിന്റെ. അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ ചെയ്ത ഒരു മാർഗം എന്ന് പറയുന്നത്, അന്ന് 2-ലധികം കുട്ടികളെ, 3-ാമത്തെ കുട്ടിക്ക് പകുതി ഫീസ് സൗജന്യം, 4-ാമത്തെ കുട്ടിക്ക് പൂർണ്ണമായിട്ട് ഫീസ് സൗജന്യം കൊടുക്കണം, പ്രസവം 4-ാമത്തെ കുഞ്ഞുങ്ങൾക്കുള്ള മുന്നിൽ സൗജന്യമാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വാർത്ത ഉണ്ടാക്കി. രഹസ്യമായിട്ട് പറഞ്ഞാൽ ഇത് പുറത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഞങ്ങളത് മീഡിയാസിന് വിട്ടുകൊടുത്തു. പക്ഷെ അതൊരു KCBCയുടെ തീരുമാനം പോലെ അന്ന് മാതൃഭൂമിയൊക്കെയാണെന്ന് തോന്നുന്നത് എടുത്തുപിടിച്ചത് വലിയ വാർത്തയായി, അത് ചർച്ചയായി. ആ ചർച്ചയുടെ ഫലമായിട്ട് കേരളത്തിൽ ഇന്ന് ചില രൂപതകൾ ഇത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 4-ാമത്തെ കുട്ടിയൊക്കെ കഴിഞ്ഞാൽ സംരക്ഷിക്കുന്ന ഒരുപാട് രൂപതകളുണ്ട്. ഞാൻ 5 മക്കളുടെ അപ്പനാണ്. എൻ്റെ ഒരു കുട്ടിക്കും സൗജന്യം കിട്ടിയിട്ടില്ല അന്ന്. ആ കുട്ടിയുടെ എണ്ണത്തിൽ, കാരണം ചിലപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, വൈഫിനും ജോലിയുള്ള മാതാപിതാക്കളായതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. പക്ഷേ സാധാരണക്കാരെ ഒത്തിരി പേര് 5ഉം 6ഉം 7ഉം, എനിക്ക് കൊല്ലത്ത് 10 മക്കളുള്ള ഫാമിലി ഉണ്ട്. അപ്പൊ ഇവരെ സഹായിക്കാൻ എന്ത് ചെയ്യുന്നു? ഞങ്ങളോട് പലരും സമീപിക്കാറുണ്ട്. KCBC പ്രോലൈഫ് സമിതി എന്ന് പറയുന്നത് KCBCക്ക് ഇത് സാധിക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. പൂർണ്ണമായിട്ട് സാധിക്കില്ലെങ്കിലും ഒരു സർക്കുലർ KCBC ഇങ്ങനെ ഒരു നിർദ്ദേശം എടുത്തുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ, ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ, സർക്കിൾ കൊടുക്കുകയാണെങ്കിൽ, പിതാക്കന്മാരുടെ കീഴിൽ എന്തായാലും ഒരു ഹോസ്പിറ്റൽ കാണും, എല്ലാ ജില്ലകളിലും ഉണ്ട്. തീർച്ചയായും ഈ ഒരു കാര്യം നമ്മൾ കേരളത്തിലെ എല്ലാ അധികൃതരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട നിരീക്ഷണമാണ്. അത്തരത്തിലുള്ള ഒരു സംവിധാനം, അത്തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം ധാരാളം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഈ നിമിഷം ഓർമ്മിപ്പിക്കുകയാണ്. ഡോക്ടർ സുമ ജിൽസൺ, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ അബോർഷന്റെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നത്? പണ്ടൊക്കെ നമ്മുടെയൊക്കെ അമ്മമാർ എത്ര പ്രാർത്ഥനയോടെ കരുതലോടെ ആയിരുന്നു ആ കുട്ടികളെയൊക്കെ സ്വീകരിച്ചിരുന്നത്. ആ ഒരു പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുമായിട്ട് വളരെയധികം ഒരു ബോണ്ട്, അത് പ്രാർത്ഥന കൊണ്ട് മറ്റുമൊക്കെയുള്ള അങ്ങനെ ഒരു ബോണ്ട് നമുക്കുണ്ടായിരുന്നു. അത് ഈ കാലത്ത് മിസ്സിംഗ് ആണോ? അതാണോ ഇത്തരം അബോർഷനുകളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നത്? പണ്ടത്തെ കാലത്ത് ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവള് മാസക്കുളി തെറ്റി അല്ലെങ്കിൽ പീരിയഡ്സ് നിന്നു, ഉടനെ അവർ ടെസ്റ്റ് ചെയ്യുന്നു, ഉടനെ തന്നെ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ മാനസികമായിട്ട് ഒരുങ്ങിയാണ് ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട്. അവള് 9 മാസവും ഈ കുട്ടിയെ മനസ്സിൽ ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പ്രാർത്ഥന കൊണ്ടും ശാരീരികമായി ഭക്ഷണം കഴിച്ചു, റെസ്റ്റ് എടുക്കുന്നു, ടെസ്റ്റുകൾക്കൊക്കെ പോകുന്നു. സമയമാകുമ്പോൾ അവൾ പ്രസവിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ നോർമൽ കുട്ടി, അപൂർവം ചില അവസരങ്ങളിൽ ഭിന്നശേഷിയുള്ള കുട്ടികളെ പ്രസവിക്കാറുണ്ട്. എങ്കിലും ഈ 9 മാസം ഈ അമ്മ മനസ്സിൽ ഈ കൊച്ചിനെ സ്നേഹിച്ചത് കൊണ്ട് ജനിച്ചു കഴിയുമ്പോൾ വൈകല്യമുള്ള കൊച്ചിനെ കിട്ടിയാലും അവള് പൊന്നുപോലെ സ്നേഹിക്കും, കരുതും, ആ കൊച്ചിനായിട്ട് പിന്നീട് ജീവിക്കും. ഇങ്ങനെ വൈകല്യമുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിച്ചാൽ അത് ആ കുടുംബത്തിന്റെ ശാപമല്ല, മറിച്ച് ആ കുടുംബത്തിന് ഒരു കൃപയുടെ മുകുളം അല്ലെങ്കിൽ ഗ്രേസ് ബഡ്സ് ആയിട്ട് മാറുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് സ്ഥിതി മാറി. സ്കാനിങ് നേരത്തെ തന്നെ ചെയ്യാൻ തുടങ്ങി. മിക്ക ഗർഭിണികളും 4-5 സ്കാനിങ് ഒക്കെ ഗർഭാവസ്ഥയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കും.
അപ്പൊ ഈ ഗർഭാവസ്ഥയിൽ 3-ാം മാസത്തെ സ്കാനിങ്ങിന് പോയി, 4-ാം മാസം സ്കാൻ ചെയ്തു. അപ്പോഴെല്ലാം ഈ അമ്മമാർ ചോദിക്കുന്ന ഡോക്ടറെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് മനസ്സിൽ പ്രഗ്നൻസിയെ കുറിച്ച് ഒരു ശുഭാപ്തി വിശ്വാസമില്ല. അസന്നിഗ്ധാവസ്ഥയാണ് ത്രൂ ഔട്ട് പ്രഗ്നൻസി. 4-ാം മാസം പറയുന്ന ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, അടുത്ത മാസം നമുക്ക് 1-2 ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്യാം, ട്രിപ്പിൾ ടെസ്റ്റ് ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഇതും കഴിയുമ്പം അമ്മമാര് വീണ്ടും ചോദിക്കും ഡോക്ടറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ 5-6 മാസം വരെ അല്ലെങ്കിൽ 24 വീക്സ് വരെ ഈ കുഞ്ഞിനെ സ്നേഹിക്കാനായിട്ട് അമ്മമാര് ഒരു വിമുഖതയാണ്. കാരണം ഈ 24 വീക്സ് വരെ എന്തെങ്കിലും അനോമലി ഉണ്ടെങ്കിൽ ഈ കൊച്ചിനെ കളയാനുള്ളതല്ലേ, അതുകൊണ്ട് നേരത്തെ സ്നേഹിക്കുന്നില്ല. അപ്പൊ അമ്മയും കുഞ്ഞും തമ്മിൽ മാനസികമായ ഒരു പൊരുത്തം, ഒരു ബോണ്ട് ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നില്ല. കാരണം എപ്പം വേണേലും ഈ കൊച്ചിനെ 24 വീക്സ് വരെ കളയാവുന്നതാണ്. അതുവരെ എന്തെങ്കിലും അനോമലി കണ്ടെത്തുവോ, അതിനെ കുറിച്ചാണ് ഇവര് ആകുലത. ഓരോ ഹോസ്പിറ്റൽ വിസിറ്റിന് പോകുമ്പോഴും അവർ ചിന്തിക്കുന്ന ഇതാണ്, ഇത്തവണ എന്തെങ്കിലും പ്രശ്നം വരുമെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിനെ കളഞ്ഞേക്കാം. ആ ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഗർഭിണികൾക്ക്. അതായത് ഗർഭാവസ്ഥയിലെ കുഞ്ഞിനെ സന്തോഷത്തോടെ, പൂർണ്ണ മനസ്സോടെ, സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ഗർഭിണിക്ക് സാധിക്കുന്നില്ല. അതിന് അവരെ സജ്ജമാക്കാൻ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ സയൻസിലാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദൈവത്തിലല്ല. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ കുട്ടികൾക്ക് പ്രഗ്നൻസി ടേം ആകുമ്പോൾ അല്ലെ ഡെലിവറിയുടെ സമയത്ത് പ്രശ്നങ്ങൾ വരാം. ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ നോർമലായിട്ട് പ്രസവിച്ചു വരാം. അപ്പൊ എല്ലാം കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ മാനുഷികമായ ചിന്തകളും കണക്കൂട്ടലുകളും അത് തീർത്തും നമ്മളത് തമ്പുരാന്റെ മുമ്പിൽ അടിയറ വെച്ച് കർത്താവിന്റെ വചനത്തോട് ചേർന്ന് അവന്റെ വാക്കുകളെ വിശ്വസിച്ച് നമ്മൾ പ്രഗ്നൻസിയും ഡെലിവറിയും പിന്നീടുള്ള നവജാത ശിശു പരിപാലനവും നടത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ 6 മക്കളിൽ 5 മക്കൾ മാസം തികയാത്ത കുഞ്ഞുങ്ങളാണ്. ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും ഇപ്പോൾ നോർമലായിട്ട് വളരുന്നു. അപ്പം ഒരു കുട്ടിക്ക് 1,200 തൂക്കം ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും അവനും നോർമലായിട്ട് ഇപ്പോൾ വളരുന്നുണ്ട്. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഒരു പീഡിയാട്രിഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ധാരാളം വൈകല്യങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്ന കുട്ടിയാണത്. അതുപോലെ എന്റെ ഇളയ കുഞ്ഞ്, എനിക്ക് ഏജ് കൂടിക്കഴിഞ്ഞു, ഡയബറ്റിക് ആയിരുന്നു, അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടി ഇപ്പോൾ നോർമലായിട്ട് 2-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ തലച്ചോറിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു, അത് ജനിത അനോമലിയുടെ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ കുഞ്ഞ്, 5-ാമത്തെ കുട്ടി, ഇന്ന് അവൾക്ക് 11 വയസ്സ് കഴിഞ്ഞു. അവൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സയൻസിനെ നിഷ്പ്രഭമാക്കാൻ തമ്പുരാന്റെ വചനങ്ങൾക്ക്, തമ്പുരാന്റെ ശക്തിക്ക് സാധിക്കും എന്നുള്ള ബോധ്യമാണ് നമ്മൾ ഗർഭിണികൾക്കും കുടുംബത്തിനും ഇന്നത്തെ കാലത്ത് കൊടുക്കേണ്ടത്. സ്കാനിങ്ങിനെ അല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഈ സ്കാനിങ് കണ്ടുപിടിക്കാൻ ബുദ്ധി തന്ന ആ ദൈവത്തിന്റെ അനന്തമായ ബുദ്ധിയെയും ജ്ഞാനത്തെയും നമ്മൾ മറന്നു പോകുന്നു. ആ തമ്പുരാന്റെ കരങ്ങളിലാണ് നമ്മുടെ ഓരോ കുഞ്ഞും മെനഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള പൂർണ്ണ ബോധ്യം എന്ന് ഒരു കുടുംബത്തിന് കൈവരുന്നു, അന്ന് ആ കുടുംബം തിരുക്കുടുംബം പോലെ ആകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ഫിൻഡോ, ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ബില്ലുകൾ ഇവിടെ നടപ്പാകുന്നു. വളരെ ലാഘവത്തോടെ ഈ ബില്ലുകൾ ഈ ചർച്ച ചെയ്യുന്നു, അത് നടപ്പാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഒരു പോക്ക് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഭ്രൂണഹത്യയുടെ ഒരു തലസ്ഥാനമായിട്ട് നിലവിൽ തന്നെ നമ്മൾ തലസ്ഥാനമാണ്. അതിന്റെ ആ ഒരു ആധിക്യം വർദ്ധിക്കുകയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ. കുടുംബങ്ങളോട്, മാതാപിതാക്കളോട്, അമ്മമാരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഡോക്ടർ ഫിൻഡോ? ഒരു കുഞ്ഞുകൂടി ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുക, ആ കുഞ്ഞിനെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന പ്രഗ്നൻസി എന്നുള്ളതാണ് പലപ്പോഴും അബോർഷനിലേക്ക് നയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും നമ്മൾക്ക് ഒരു പക്ഷേ ആ ഒരു പ്രഗ്നൻസി അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം, ദൈവം അറിയാതെ ഒരു കുഞ്ഞും ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നില്ല എന്നുള്ള ഒരു ബോധ്യം. അപ്പൊ ഞാൻ ഗർഭിണിയായി എൻ്റെ അടുത്ത് വരുന്ന ഒരു പെൺകുട്ടി, ഒരു പക്ഷേ മൂത്ത കുഞ്ഞിന് 8 മാസമോ 10 മാസമോ പ്രായമായിട്ടുണ്ടാവുള്ളൂ, ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആയിട്ട് വരുമ്പോൾ ഞാൻ അവരെ അഭിനന്ദിക്കുകയും ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ദൈവം തീരുമാനിച്ച സമയത്ത് നിങ്ങൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് മനസ്സ് കാണിച്ചതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഇത് തന്നെ പലപ്പോഴും അവർക്ക് ധാരാളം ഒരു റീഅഷ്വറൻസ് കൊടുക്കാറുണ്ട്. ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന ദമ്പതികളുടെ ഒരു മനോഭാവം, ഒരു കുഞ്ഞുകൂടി എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാം. ഒരു പക്ഷെ 3 കുഞ്ഞുങ്ങളുള്ള ഒരു കപ്പിളായിരിക്കാം, 4ാമതൊരു പ്രഗ്നൻസിക്ക് കൂടി സ്പേസ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ
ഒരു കുഞ്ഞു കൂടി നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കുഞ്ഞ് തിന്നു മുടിപ്പിക്കാനായിട്ട് വായ മാത്രമായിട്ടല്ല വരുന്നത്, ചിന്തിക്കാനായിട്ട് തലച്ചോറ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ തലച്ചോറിലൂടെയാണ് അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ദൈവം കൊടുക്കാനായിട്ട് പോകുന്നത്, ചിന്തിക്കാനായിട്ട് ബുദ്ധി. എന്റെ പ്രശ്നങ്ങൾക്ക്, മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ചിന്തിക്കാനായിട്ടുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടുള്ളത് എന്റെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിലേക്കാണ്. എനിക്ക് അധ്വാനിക്കാനായിട്ട് ദൈവം കൈകൾ തന്നു. എന്റെ സഹായം എവിടെയാണോ ആവശ്യമുള്ളത് അവിടേക്ക് നടന്നെത്താനായിട്ട് ദൈവം എനിക്ക് കാലുകൾ തന്നു. സ്നേഹിക്കാനായിട്ട് ഹൃദയവും തന്നിട്ടുള്ള ഇതെല്ലാമുള്ള ഒരു കുഞ്ഞിനെയാണ് ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞിനെ അനുഗ്രഹമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഭാരമായിട്ട് കാണാതെ അനുഗ്രഹമായിട്ട്, ഇപ്പൊ നാം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് നോട്ട് ദ എക്സ്പ്ലോഷൻ ഓഫ് പോപ്പുലേഷൻ, ബട്ട് ഇറ്റ് ഈസ് ദ എക്സ്പ്ലോഷൻ ഓഫ് ലോൺലിനെസ്. ഏകാന്തതയുടെ, നിരാശയുടെ ഒക്കെ ഒരു എക്സ്പ്ലോഷൻ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. അവിടെ ഈ കുഞ്ഞുങ്ങൾ ജീവനുള്ള ഈ കുഞ്ഞുങ്ങള് ഈ ഏകാന്തതയൊക്കെ മാറ്റി നമ്മുടെ ജീവിതത്തിനെ ലൈവ്ലിയാക്കി മാറ്റുന്ന ആ ഒരു ജീവൻ നമ്മുടെ ഈ സമൂഹത്തിനും മുന്നോട്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് കാണിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ. അപ്പൊ ആ ജീവനെ അനുഗ്രഹമായിട്ട് കണ്ട് സ്വീകരിച്ച് എന്താ പറയാ, മനുഷ്യന്റെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കാനായിട്ട് അത് ഓരോ കുടുംബവും സമൂഹവും രാജ്യവും ജീവൻ അനുഗ്രഹമായിട്ട് കാണുന്ന ഒരു സംസ്കാരം, അങ്ങനത്തെ ഒരു സംസ്കാരം പടുത്തുയർത്താനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. ശ്രീ ജോസഫ് സേവ്യർ, ഏറ്റവും അവസാനം ഈ ബില്ല് ഇവിടെ മുന്നിലേക്ക് വരുന്നു, ഇത് ഉടനെ ആക്റ്റായി ഈ രാജ്യം മുഴുവൻ നടപ്പാകുന്നു. KCBC പ്രോ ലൈഫ് സമിതി എന്ത് പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്താൻ പോകുന്നത്? ഇപ്പോഴേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്, പഴയകാല ഒരു സംസ്കാരം നമുക്കറിയാം, ശിലായുഗ സംസ്കാരം, ശക്തൻ ദുർബലനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സംസ്കാരം. നമ്മളത് കണ്ടത് ഗർഭപാത്രത്തിലാണ്. കാരണം ഈ ശിശു ദുർബലനാണ്, ഈ ശിശുവിനെ സംരക്ഷിക്കേണ്ടവര് ശിശുവിനെ വധിക്കുന്ന ഒരു സംസ്കാരം. എന്നാൽ അന്ന് ഈ ശിശുവിന് വേണ്ടി വാദിക്കുവാൻ കുറച്ചുപേരെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഈ പുതിയ ബില്ല് വന്നപ്പോൾ ഈ ബില്ലിനെതിരെ KCBC പ്രോ ലൈഫ് സമിതി ഒത്തിരിയേറെ മറുപടി കൊടുത്താണ്, നടപ്പിലാക്കരുത്. എനിക്ക് ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയുകയാണ് മരണമടഞ്ഞ ഡോക്ടർ സിസ്റ്റർ മേരി മാസ്റ്റേഴ്സ്. സിസ്റ്ററെ ഒക്കെ പറയാതിരിക്കാൻ പറ്റില്ല. 50,000-ഓളം സുഖപ്രസവപ്പെടുത്തുള്ള സിസ്റ്ററാണ്, 9 സിസ്റ്റേറിയൻ എടുത്തുള്ള സിസ്റ്ററാണ്. എന്ന് പറഞ്ഞാല് നമ്മളെ പേടിപ്പിച്ചാ കൊല്ലുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചു കൊല്ലുക ഗർഭപാത്രത്തിലിട്ട്. ഈ ഗൈനക്കോളജിസ്റ്റ് തന്നെ അതിനൊരു വലിയൊരു വിഭാഗമുള്ളത്. ഡോക്ടർ ഫിൻഡോയുടെ പഠനകാലം എനിക്കറിയാം. അദ്ദേഹം വന്ധ്യംകരണം ചെയ്യാതെ പാസ്സായി വന്ന ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോഴേ ഇതിന് 3 ഘട്ടമാണ്. 3 തിന്മകളാണ് പ്രധാനമായിട്ടുള്ളത്. 1 വന്ധ്യകരണം, 2 കൃത്രിമ കുടുംബാസൂത്രണ മാർഗങ്ങൾ, 3 ഗർഭചിത്രം. ഈ 3 തിന്മകളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇതൊക്കെ തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടും നമുക്കറിയാം, കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നപ്പോൾ അതൊന്നും പരിഗണിച്ചില്ല. മാത്രമല്ല കുറച്ചുകൂടെ ലിബറലാക്കി, കുറെ കൂടെ ഇത് എന്താ പറയുക, ലിബറൽ എന്ന് പറഞ്ഞാൽ തിന്മയെ ലിബറലാക്കി, നന്മയല്ല തിന്മയെ ലിബറലാക്കിക്കൊണ്ട് വിരലെണ്ണാവുന്ന ആളുകൾ, അതായത് ആക്ടിവിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന അല്ലെ ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്ന, നമുക്കറിയാം പണ്ട് തൊട്ടേ സഭയിൽ ബുദ്ധിജീവികളില്ലെന്നാ പൗലോസ്ലീഹ പറയുന്നത്, അധികം പേരില്ലെന്നാ പറയുന്നത്. ഈ ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നത് അറിവുണ്ടെന്ന് അവകാശപ്പെടുന്നവർ, അവരെ അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ഭൂരിപക്ഷം വരുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബില്ല്. ഈ ബില്ലിനെതിരെ നമ്മൾ സമരത്തിലാണ്. 71-ന്റെ ബില്ലിനെതിരെ നമുക്ക് വലിയൊരു പ്രതികരിക്കാൻ പറ്റിയില്ല. നമ്മൾ സമരമുണ്ടായി, ഒത്തിരിയേറെ സമരം നടത്തി. ആ സമയത്താണ് കോവിഡ് വരുന്നത്. എനിക്കൊന്ന് കോവിഡും തിന്മ മറയാക്കി, അതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ആ കോവിഡ് വന്നപ്പോൾ നമുക്ക് മറ്റുള്ളവരെ പോലെ, കാരണം നമ്മൾ പ്രോട്ടോകോൾ പാലിക്കാൻ വിധിക്കപ്പെട്ടവർ, സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന പോലെ എടുത്തു ചാടി തെരുവിലേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയോ പ്രസിഡന്റ് കത്തയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ നടത്തിയായിരുന്നോ? ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് നിരവധി കത്തുകൾ അയച്ചിട്ടുണ്ട്. KCBC പ്രോ ലൈഫ് സമിതിയായിട്ട് കത്ത് പോയിട്ടുണ്ട്. നിരവധി മേഖലകളിൽ നമ്മൾ ഇടപെട്ടുണ്ട്. ഇത് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഡോക്ടർ ഫിൻഡോ കേരളത്തിലെ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുകയും ബില്ല് ഫുൾ അയച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അനേകരെ, 1-2 അല്ല, 1000 മറുപടി കൊടുക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതിനുമ്പ് ഒത്തിരി സമരങ്ങൾ നമ്മൾ നടത്തി, കേന്ദ്ര സ്ഥാപനങ്ങളുടെ മുമ്പിൽ സമരം നടത്തി, പല പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും നേരത്തെ പറഞ്ഞതുപോലെ അവർ ചെവിയടച്ചു വെച്ചിരിക്കുക. ശക്തൻ ദുർബലന്റെ വിലാപം
കേൾക്കാൻ, സത്യത്തിൽ നമ്മുടെ ഒരു വിലാപമാണിത്. ആ വിലാപം കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഭരിക്കുന്നവന് അവനെ ഭരിക്കുന്നവർ, നമുക്കറിയാം നമ്മളെ ഭരിക്കുന്നത് സർക്കാരുകളാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ പുറകിൽ മാഫിയകളുണ്ട്, കോർപ്പറേറ്റ്സ്. അവര് പണം കൊണ്ട് വിലക്ക് വാങ്ങേണ്ടവരെ ആരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വിലക്ക് വാങ്ങേണ്ടവരെ വിലക്ക് വാങ്ങിക്കൊണ്ട് ഇത് നമ്മുടെ ജനങ്ങളുടെ സാധാരണക്കാരിലേക്ക് കൊണ്ട് നമുക്കറിയാം. ഇതൊരു ഹൈക്കോടതി കേസിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിന്റെ പുറകിൽ ഒരു കേസ് കൊടുക്കിടത്തുള്ളതുകൊണ്ട് നമുക്കറിയാം. ഇതിന്റെ പേരിൽ സുപ്രീം കോടതി കേസായി. അപ്പൊ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മില്യൺസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലുള്ളവർ കൂടി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സംഘടനകളും വിദേശ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് അതിശക്തമായ സമ്പത്ത് കൊണ്ട് കീഴടക്കാവുന്നവരെ കീഴടക്കി നമ്മുടെ നാടിനെ വിലയ്ക്ക് വാങ്ങി നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഈ ബില്ല്. തീർച്ചയായിട്ടും KCBC പോലെ സമിതി സമരം ചെയ്യുന്നതോടൊപ്പം സഭ ഉണരണം. ഈ തിന്മയ്ക്കെതിരെ കേരള സഭയല്ല ഭാരത സഭ ഒരുമിച്ച് മുന്നോട്ട് പോകണം, പ്രതിഷേധിക്കണം, പ്രതികരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. KCBC പോലെ സമിതിയുടെ ഭാഗത്തുള്ള എല്ലാ മുന്നേറ്റവും ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് പോകാം. കാരണം ഇത് ഒരു എവിടെയെങ്കിലും ചുരുങ്ങി പോകേണ്ടതല്ല, ഇത് ഒരുമിച്ചിറങ്ങേണ്ടതാണ്. ഇത് ജീവന്റെ പ്രശ്നമാണ്. ഡോക്ടർ പിന്നെ പറഞ്ഞ പോലെ അടുത്ത തലമുറയുടെ പ്രശ്നമാണ്, വരാൻ പോകുന്ന തലമുറകളുടെ പ്രശ്നമാണ്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളുടെ നിലവിളി ഈ ഭൂമിയിൽ ഉയരുന്ന പ്രശ്നമാണ്. നമുക്കറിയാം MTP ആക്ട് വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളുടെ രക്തം വീണ ഈ ഭൂമി ശാപഭരിതമാണ്. ഈ ഭൂമിയിലുള്ള ശാപം മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയോടെ ഇതിനെതിരെ പ്രവർത്തിക്കാനും പൊരുതുവാനും ഇറങ്ങിയ മതിയാകും. വളരെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് പങ്കുവച്ചത്. മനുഷ്യ ജീവന്റെ വിലയറിയേണ്ട ഭരണ നേതൃത്വം അത് അറിയാതെ പോകുന്നത് നമ്മെ ആശങ്കപ്പെടുത്തേണ്ട വസ്തുത തന്നെയാണ്. ഈ ബില്ലിന്റെ എല്ലാ വശങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചർച്ച ചെയ്ത 3 അതിഥികൾക്കും നന്ദി.